قال لا تخافا إنني معكما أسمع وأرى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റൊരു വിമർശനത്തിന് മറുപടി വീഡിയോയുമായി നിങ്ങളെ കാണുന്നതിൽ സന്തോഷമുണ്ട്. ഈ വീഡിയോയും ലിയാഖത്ത് അലിയുടെ ഒരു വിമർശനത്തിനുള്ള വീഡിയോക്കുള്ള മറുപടിയാണ്. ചെറിയൊരു വ്യത്യാസമുള്ളത്, ഇത്രയും കാലം അല്ലെങ്കിൽ ഇത്രയും നാൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ വിമർശനം പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ലിയാഖത്ത് അലി പറഞ്ഞ വിമർശനങ്ങൾ അടിമകൾ, അടിമ സ്ത്രീകൾ, ഇസ്ലാമിലെ സ്ത്രീകൾ, പ്രവാചകൻ ചെയ്ത ജോലി എന്താണ്, സ്ത്രീകളെ അടിക്കുന്നു, സ്ത്രീകളെ വസ്തുവാണ്, ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് അടുത്തിറങ്ങിയ എല്ലാ വീഡിയോയ്ക്കും വ്യക്തമായ ഓരോ പോയിൻറ്റും കീറി മുറിച്ചെടുത്ത് അതിന് നമ്മൾ മറുപടി കൊടുത്തുകൊണ്ട് വരികയാണ്. അടിമ ഇപ്പം കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അടിമ, ഇസ്ലാമിലെ അടിമ സമ്പ്രദായം എന്നുള്ളത് ശരിക്കും ഹൈലൈറ്റായി പലയിടത്തും അത് ചർച്ചാ വിഷയമായി. ഇപ്പം ലാസ്റ്റായിട്ട് ആരിഫ് ഹുസൈനെ പോലും ഈ അൺമാസ്കിങ് അനാമലീസ് അല്ലെങ്കിൽ അൺമാസ്കിങ് എത്തിസം എന്നുള്ള യൂട്യൂബ് ചാനൽ അബ്ദുൽ അബ്ബാസിൽ ടീം അങ്ങോട്ട് വെല്ലുവിളിച്ചിട്ട് ആരിഫ് ഓടുന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അടിമത്വമാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ അടിമത്തം കാരണമാണ് ഇസ്ലാം വിട്ടത് എന്നൊക്കെ ലിയാഖത്ത് അലി ബഡായി പറയുന്നത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ അങ്ങോട്ട് കയറിയിട്ട് വാ അടിമത്തം, ഇസ്ലാമിലെ അടിമത്തവും ആധുനിക അടിമത്തവും സംസാരിക്കാൻ വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലും ചുരുട്ടിക്കൊണ്ട് ഓടുകയാണ്. അതായത് നമ്മുടെ ആരിഫ് ഹുസൈൻ. എന്തൊക്കെ ബഡായികളാണ് അവർ ഇത്ര നാൾ പറഞ്ഞിരുന്നത്, അടിമത്തം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇസ്ലാമിലെ ഇതാണ്, വാ നേരിട്ട് സംസാരിക്കാം, അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് ഹറാമാണോ ഹലാലാണോ, അത് മാത്രം ഓൺലൈൻ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ ഓൺലൈൻ ക്വസ്റ്റ്യൻ എടുത്തിരുന്നത്. ഒരു സബ്ജക്റ്റ് അടിമത്തമാണെങ്കിൽ എടുത്ത് വെച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർ അതിനകത്ത് പറയുന്നുണ്ട്. ബാസിൽ എന്ത് വേണേൽ നിങ്ങൾ ചോദിക്കുക, എല്ലാ ഹദീസും കൊണ്ടുപോകാം, എല്ലാ ഖുർആനായത്തും കൊണ്ടുപോകാം, അതിനകത്ത് നിങ്ങൾക്ക് എന്താണ് ആക്ഷേപം അത് ചോദിക്കുക, ഞങ്ങൾ പറയാം. അതേപോലെ ആധുനിക അടിമത്തം, നിങ്ങളെല്ലാം ആധുനികത്തിൻ്റെ ആൾക്കാരല്ലേ, എല്ലാം മാറി, ലോകം എല്ലാം പുരോഗമിച്ച് വളരെ മുന്നോട്ട് പോയി, എല്ലാ സ്വാതന്ത്ര്യം എല്ലാവർക്കും കിട്ടി, എല്ലാവർക്കും സുഭിക്ഷമായി ജീവിക്കുന്നു, ഇത് ഗോത്രകാലമല്ല, 6-ാം നൂറ്റാണ്ടിലെ ഇസ്ലാം ആണ് പ്രാകൃതം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരല്ലേ, വന്ന് കാണിക്കുക നിങ്ങളുടേതാണ് പ്രാകൃതം, ഈ 21-ാം നൂറ്റാണ്ടിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പ്രാകൃതം, ഇസ്ലാമാണോ പ്രാകൃതം, ഇസ്ലാമാണോ മനുഷ്യന് അവന് വേണ്ടിയ യുദ്ധബന്ദികളായിരിക്കുമ്പോൾ പോലും അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ ഇസ്ലാമാണോ കൊടുത്തത്, നിങ്ങളാണോ കൊടുത്തത് എന്ന് നേരെ ചർച്ച ചെയ്യാൻ പറഞ്ഞപ്പോൾ എല്ലാം വാലി ചുറ്റി കൂടെ ഓടുകയാണ്. ഇപ്പം നമ്മൾ പോലും അതിനൊരു വീഡിയോ ചെയ്തിരുന്നു കുറച്ച് നാൾ മുമ്പ്, അടിമത്തത്തിൽ കുടുങ്ങിയ ലിയാഖത്ത് അലി എന്ന് പറഞ്ഞ് നിങ്ങൾ 2-3 വീഡിയോ താഴെ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അതിനകത്ത് ഇവർ സാധാരണ വയ്ക്കാറുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇതാണിപ്പം ഇസ്ലാം വിമർശനത്തിൻ്റെ ഒരു സ്റ്റേജ്. വെറുതെ വായി തോന്നുന്നത് പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് യൂട്യൂബ് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കെല്ലാം ഇപ്പം ശരിക്കും അടി കിട്ടിയിരിക്കുകയാണ്. ഒന്നിനും ഉത്തരം പറയാൻ പറ്റുന്നില്ല. നമ്മൾ പോലും ഇത്രയും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, ഒന്നിനു പോലും ലിയാഖത്ത് അലി ഒരു സാമ്പിളിന് പോലും എടുത്തിട്ട് ഇതിനൊന്നും ഉത്തരം പറഞ്ഞിട്ടുമില്ല, ഖണ്ഡിച്ചിട്ടുമില്ല. അപ്പം നിങ്ങൾ ശ്രോതാക്കൾ മനസ്സിലാക്കുക, ഇസ്ലാം വിമർശനം ഇരുന്ന് കുറേ പേര് യൂട്യൂബിൽ പറയുന്നതുകൊണ്ടോ, കുറേ പേര് ലൈക്ക് അടിച്ചത് കൊണ്ടോ, കുറേ പേര് കമൻറ്റ് ഇട്ടതുകൊണ്ടോ എല്ലാം സംഖ്യ ആൾക്കാരുണ്ട്, ഇസ്ലാമിനെ വെറുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഒരു കൂട്ടായ്മയായിട്ട് നിന്നിട്ട് ആര് ഇസ്ലാമിനെതിരെ സംസാരിച്ചാലും അവിടെ നിന്ന് കമൻറ്റ് ഇടും, മോശമായിട്ട് പറയും, പ്രവാചകനെ മോശം പറയും, ക്രിസ്തംഖികളും ഒക്കെ പറഞ്ഞ് ഒരു ലെവലും ഇല്ലാതെ ലൈസൻസും ഇല്ലാതെ എന്നും പറയും. പക്ഷേ നമ്മൾ ആ ലെവലിലേക്കൊന്നും പോകാതെ അവർ പറയുന്ന ഇതിന് മാത്രം, പോയിൻറ്റിന് മാത്രം വളരെ വ്യക്തമായിട്ടും ഡീറ്റെയിൽഡായിട്ടും മറുപടി കൊടുത്തുകൊണ്ടേ വരികയാണ്. മാന്യമായ രീതിയിൽ യാതൊരുവിധ അധിക്ഷേപവും പേഴ്സണൽ അറ്റാക്സും ഒന്നും ഇല്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വളരെ സ്ഥിതി പരങ്ങലിലാണ് ഇസ്ലാം വിമർശനത്തിൻ്റെ. ഇത്ര നാൾ കുറച്ച് നാൾ മുസ്ലിങ്ങൾ മിണ്ടാതിരുന്നു ഇത് എത്ര വരെ പോവും എന്നറിയാനായിട്ട്. ഇപ്പോൾ പലരും യൂട്യൂബ് ചാനൽ എടുത്തിട്ട് അതേ യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെ അവർ പറയുന്നതിനെല്ലാം മറുപടി തുടങ്ങിയപ്പോഴത്തേക്ക് ഇവരുടെ മുഖം മൂടി നമ്മൾ വലിച്ചു കീറി കാണിക്കാൻ തുടങ്ങി. വെറും പൊള്ളത്തരങ്ങളാണ് ഇവർ പറയുന്നത്, ഒരൊറ്റ വിമർശനം പോലും ഇസ്ലാമിന് എതിരായിട്ട് നിൽക്കത്തില്ല എന്ന് അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ലിയാഖത്ത് അലി ഭൂമിയിൽ നിന്ന് നേരെ ആകാശത്തിലേക്ക് ചാടിയത്. ഇസ്ലാമിൽ ആകാശം അത് ശരിയല്ല, ഇസ്ലാം പറയുന്നത് ശരിയല്ല, പ്രപഞ്ചം തെറ്റാണ്, ആകാശം തെറ്റാണ്, നക്ഷത്രങ്ങൾ ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടതിൻ്റെ 1-2 ക്ലിപ്പുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ആ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ട് അതിന് എന്താണ് ഇസ്ലാമിൻ്റെ മറുപടി, ആകാശത്തെക്കുറിച്ച് ഇസ്ലാം പറഞ്ഞത് ശരിയാണോ, നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ നോക്കുന്നതിന് മുമ്പ് ചെറുതായിട്ട് ഈ സയൻസ് ഇസ്ലാമുമായിട്ടുള്ള ആ വിമർശനങ്ങൾക്കുള്ള ഒരു ആമുഖം എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ഈസിയായിട്ട് ഖുർആനെ പൊള്ളയാക്കാം അല്ലെങ്കിൽ കള്ളാക്കണമെങ്കിൽ സയൻസ് എടുത്താൽ മാത്രം മതി. എടുത്തു കഴിഞ്ഞാൽ ഈസിയായിട്ടാക്കാൻ പറ്റും. എന്നുവെച്ചാൽ അത്രയ്ക്കും ഖുർആൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവർക്ക് വിമർശിക്കാനായിട്ടും ഇത് കള്ളമാണെന്ന് തെളിയിക്കാനായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ആകാശത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, പർവ്വതങ്ങളെക്കുറിച്ച്, മലകളെക്കുറിച്ച്. പർവ്വതം എന്ന് പറയുമ്പോഴാണ് ഒരു കാര്യം ഓർക്കുന്നത്, പർവ്വതങ്ങളെക്കുറിച്ച് ഇവർ കുറേ വിമർശനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ആണിയാണ്, ഭൂമി ഇളകാതിരിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് മാത്രം സെപ്പറേറ്റ് ഒരെണ്ണം കുറച്ച് താഴെ, ഈ വീഡിയോയുടെ കുറച്ച് താഴെ നോക്കിക്കഴിഞ്ഞാൽ
മലകളെക്കുറിച്ച് ഇസ്ലാം പറഞ്ഞത് ശരിയാണോ എന്നുള്ള പണ്ട് നമ്മൾ 1-2 വർഷം മുമ്പ് ഇവിടെ ക്ലബ് ഹൗസിൽ ഒരു ഇതേപോലെ അവിടുത്തെ ആൾക്കാർ വിമർശനം ഉന്നയിച്ചപ്പോൾ അത് മാത്രം എടുത്ത് വെച്ച് സംസാരിച്ച ഒരു വീഡിയോ കാണാം. ഓഡിയോ ക്വാളിറ്റി അതിനകത്ത് ഇച്ചിരി കുറവായിരിക്കും, എന്നാലും സമയം കിട്ടുമ്പോൾ നിങ്ങളത് നോക്കുക. ഫുൾ ആയത്തെടുത്ത് ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഖുർആൻ എത്ര കൃത്യമായിട്ടാണ് മലകളെക്കുറിച്ച് പറഞ്ഞത്. അതിനകത്ത് ഇവർ പറയാത്ത ആയത്തുകളെല്ലാം എടുത്ത് വെച്ചിട്ട് പോസിറ്റീവായിട്ട് ഇത് എങ്ങനെയാണ് മലകൾ എന്നുള്ളത് ഇസ്ലാം ഖുർആനെ ദൈവികം തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും ഇന്ന് ഇവർക്കറിയത്തില്ല, ഇന്ന് ഇവർ ചോദിക്കുന്ന ആൾക്കാർക്ക് പോലും അറിയത്തില്ല. ശരിക്കും ജിയോളജി അറിയാവുന്നവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ വിമർശിക്കുന്ന ഒരാൾക്കും അറിയത്തില്ല. ഇവിടെ ഈ പറയുന്ന സയൻസ് എന്നും പറഞ്ഞ് സയൻസിൻ്റെ ആളാണെന്ന് വരുന്ന ആളുകൾക്ക് പോലും അറിയാത്ത കാര്യങ്ങളാണ് ഖുർആൻ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ പ്രാപഞ്ചിക സിദ്ധാന്തങ്ങളെക്കുറിച്ചും ആകാശം, നക്ഷത്രം, പ്രപഞ്ചം, അതിൻ്റെ ഓരോ ഗ്രഹങ്ങളുടെ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. മഴയെക്കുറിച്ച് പറയുന്നുണ്ട്, മൃഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ഹ്യൂമൻ ബോഡിയെക്കുറിച്ച്, അനാട്ടമിയെക്കുറിച്ച് പറയുന്നുണ്ട്, സ്പേം ഉണ്ടാകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ ഇഷ്ടം പോലെ. ഇപ്പം ഞാൻ ഇതിൽ വേറെ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് പ്രവാചകൻ സ്വന്തം ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കിയൊരു ബുക്കാണ് ഇതെന്നാണ് ഇവർ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് സ്വന്തം ലാഭത്തിന് അല്ലെങ്കിൽ താൻ ആ സമയത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ അവരത് എന്ത് പറയണം? നിങ്ങളുള്ള പൈസ എല്ലാം എൻ്റെ അടുത്ത് കൊണ്ടുത്താ, എന്നാൽ നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹം തരാം, നിങ്ങൾ അത് വെച്ച് രക്ഷപ്പെട്ട് പോകാം എന്നല്ലേ പറയേണ്ടത്. അത്രയും മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞതില്ല. തരല്ലേ എന്നല്ല, എനിക്ക് ഹറാമാണെന്ന് പറഞ്ഞത്. സക്കാത്ത് എനിക്ക് ഹറാമാണ്. സക്കാത്ത് കുമിഞ്ഞുകൂടി കിടക്കുകയാണ് ബൈത്തുൽ മാലിൽ. അത് എനിക്കും എൻ്റെ കുടുംബത്തിനോ ഇന്ന് വരെ ഉണ്ടെങ്കിലും അവർക്ക് ഹറാമാണ്. ഞങ്ങൾക്ക് പൊതുസ്വത്ത്, ഖജനാവിലെ സ്വത്ത് ഞങ്ങൾക്ക് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് തനിക്കും വിലക്കി തൻ്റെ സന്തതികൾക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും അവസാന കാലം വരെയുള്ള ആൾക്കാർക്കും വിലക്കിയിട്ട് പോയ പ്രവാചകനാണ്. അതെങ്ങനെ സ്വന്തം ഇതിന് വേണ്ടിയിട്ട് വരും? സ്വന്തം ലൗകിക ജീവിതത്തിന് വേണ്ടിയും സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ആയത്തിറക്കി സ്വന്തമായിട്ട് ഇറക്കി എന്നാണ് ലിയാഖത്ത് ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ലോജിക്ക് എങ്ങനെ ശരിയാവത്? സക്കാത്ത് വേണ്ടെന്ന് പറയുന്നത് എന്ത്? ഇതിനകത്ത് സക്കാത്താണ് ഇവിടെ കുന്നുകൂടി കിടന്നത്. ആരും ഒന്ന് ചോദിച്ചാലും ഓട്ടോത്തിൽ ചോദിക്കും, ഒരു ഗ്രാമവാസി ചോദിക്കുമ്പോഴത്തേക്ക് ഫുൾ ഓട്ടം ലോഡ് ചെയ്ത് 2 ഓട്ടം ലോഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറയും. അത്രയും സമ്പത്തോടെ ഉണ്ട്. പക്ഷേ ഇവിടെ ഭാര്യമാർ ഇവിടെ അധികം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് കൊടുക്കത്തില്ല എന്ന് പറയും. വേണമെങ്കിൽ നിങ്ങൾ ഡ്രൈവേഴ്സ് ചെയ്ത് വയ്ക്കുമോ, നിങ്ങൾക്ക് അപ്പം സക്കാത്തിന് എലിജിബിൾ ആവും. എൻ്റെ കുടുംബത്തിൽ നിങ്ങൾക്ക് സക്കാത്ത് എലിജിബിൾ അല്ല എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമാണ് ഇവരെടുത്ത് വയ്ക്കുന്ന ക്ലെയിമുകളെന്ന് ഞാൻ പറയുകയാണ്. ആ ഒരൊറ്റ കാര്യം മതി, കാരണം മതി, ഇത് പ്രവാചകൻ സ്വന്തമായിട്ട് പറഞ്ഞതല്ല എന്നുള്ളതിന് ആ ഒരെണ്ണം മതി. ഓക്കെ, ഇപ്പോൾ പോയിൻ്റ് അതല്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ആയത്തിറക്കുന്ന അല്ലെങ്കിൽ മതം ഉണ്ടാക്കിയ ആൾ ഇത്രയും പ്രാപഞ്ചിക സിദ്ധാന്തത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യം എന്താണെന്ന്. ഒരു 23 വർഷം, ഒരു 40 വർഷം അല്ലെങ്കിൽ 20 വർഷത്തിന് അവിടുത്തെ ആൾക്കാരെ പറ്റിച്ച് മാക്സിമം സമ്പത്ത് സമ്പാദിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന ആൾ ഇത്രയും കാര്യങ്ങൾ പറയേണ്ട ആവശ്യം എന്താണെന്ന്. എത്ര ആകാശം എന്ന് പറഞ്ഞാൽ തന്നെ അടിച്ച് എത്ര വരുന്നുണ്ട് ഖുർആൻ ആയത്തിൽ തന്നെ എണ്ണിയെടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ വളരെ കുറച്ച് കാര്യം മാത്രമേ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. അത്രയ്ക്കും പ്രാവശ്യം ആകാശം ഖുർആൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആകാശത്തെ കുറിച്ച്, നക്ഷത്രത്തെ കുറിച്ച്, അതിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച്. അപ്പം ബേസിക്കലി ഇവർ വയ്ക്കുന്ന ആർഗ്യുമെൻ്റ് പോലും ശരിയല്ല. സ്വന്തം ആവശ്യത്തിന്, സ്വന്തം മതത്തിന് വേണ്ടി, സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ മതം ഉണ്ടാക്കിയെന്നുള്ളതിന് ഇത്രയും പ്രാപഞ്ചിക സിദ്ധാന്തം പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ്. ആരായാലും നമ്മളാലിപ്പോൾ ഞാൻ പറ്റിക്കാൻ ഇറങ്ങിയ എന്ന് പറയുമോ? എനിക്കറിയാത്ത കാര്യങ്ങൾ ഇന്ന് ഒരുപാടുണ്ട് സയൻസ്. അതെല്ലാം ഞാൻ ആവശ്യമില്ലാതെ എൻ്റെ ബുക്കിൽ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എനിക്ക് നിങ്ങൾ പാദസേവ ചെയ്യുക, എനിക്ക് നിങ്ങൾ കാണിക്ക നൽകുക, എനിക്ക് നൽകിയിട്ട് പോയി നിങ്ങൾ ജോലിക്ക് പോയാൽ നിങ്ങൾക്ക് നല്ലത് നടക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ എനിക്ക് സമ്പത്ത് വരൂ. ഇത് വിട്ടിട്ട് പോയി ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ ആൾക്കാർക്ക് വല്ല ആവശ്യമുണ്ട്? അത് വല്ല പ്രയോജനമുണ്ട് അവർക്ക്? ഇപ്പോൾ മുഹമ്മദ് നബിക്ക് വല്ല പ്രയോജനമുണ്ട്? അതുകൊണ്ട് സമ്പത്ത് വല്ലതും കിട്ടുമോ? അപ്പം അടിസ്ഥാനപരമായി തന്നെ ഇവരുടെ സ്റ്റാൻഡ് ശരിയല്ല ഇവർ പറയുന്നത്. ഇസ്ലാം ഇപ്പോൾ സയൻസ് വിമർശനം എടുത്തുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അപ്പം അങ്ങനെ ഇങ്ങനെ വളരെ വൈഡായിട്ട് ഇസ്ലാം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഇത് ഒരെണ്ണം തെറ്റിച്ചാൽ മതി, ഖുർആൻ തെറ്റാന്നൊക്കെ പ്രൂവ് ചെയ്യാം എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. നമ്മളെ ക്ലെയിമല്ല. നിങ്ങൾ ഇതിനകത്ത് നോക്കുന്നില്ലേ? ഖുർആൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുന്നില്ലേ? ഇത് ദൈവത്തെ അല്ലാഹുവിൽ നിന്നൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ധാരാളം കോൺട്രഡിക്ഷൻ, തെറ്റുകൾ ഇതിനകത്ത് കാണാമായിരുന്നു. ഒരു തെറ്റെടുത്ത് കാണിച്ചാൽ ഖുർആൻ ഔട്ടാവും. പക്ഷേ ഇത്ര 1400 വർഷമായിട്ട് സയൻസ് എന്ത് ഫാസ്റ്റായിട്ട് വളരുന്നത് നമുക്കറിയാം. ഓരോ മിനിറ്റ് വെച്ചാണ് വളരുന്നത്. അപ്പം പുതിയ അറിവുകൾ പല സൈഡിൽ നിന്നും ജനസംഖ്യ കൂടി കിടക്കുന്നുണ്ട്. പല സൈഡിൽ നിന്ന് ആൾക്കാർ ഇതിനെക്കുറിച്ചുള്ള റിസർച്ചും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരെണ്ണം തെറ്റ് കാണിക്കാൻ പറ്റില്ല. ഒരു അലക്കിനെ കുറിച്ച് കൊണ്ടുവന്നു, സ്പേം വരുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതിൽ നമുക്ക് ഇപ്പം ഇനി വന്നാൽ പറയാം. ഇതെല്ലാം ഓൾറെഡി ക്ലബ് ഹൗസിലും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ച് മറുപടി കൊടുത്തതാണ്. ഇനി എന്തെങ്കിലും ക്ലിപ്പ് വന്നാൽ മാത്രം നമ്മൾ മറുപടി പറയാം. എന്നാലും ഒരു ആൾക്കാർക്ക് കേൾക്കാനൊരു ഇതുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് നമ്മളായിട്ട് പറയാത്തത്. ഇപ്പോൾ ആകാശത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ ക്ലിപ്പ് എടുത്തത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈസി ആയിട്ട് ഖുർആനെ ഫാൾസിഫൈ ചെയ്യാനായിട്ട്, അത് തെറ്റാൻ തെളിയിക്കാനായിട്ടുള്ള ഒരു ടൂളാണ് സയൻസ്. ഇന്നത്തെ മോഡേൺ സമയത്ത് ഫാസ്റ്റായിട്ട് വളർന്നു നിൽക്കുന്ന സമയം കൊണ്ട് ആ ടൂൾ വെച്ച് നിങ്ങൾ ഖുർആനെ നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് തെറ്റാന്ന് തെളിയിക്കാം. പക്ഷേ ഒരാൾ പോലും അത് ക്ലിയർ ആക്കിയിട്ടില്ല. അതുമാത്രമല്ല, ഒരുപാട് പേര് ഇത് കണ്ടിട്ട് ഇസ്ലാമിലോട്ട് വരുന്നുണ്ട്. എങ്ങനെ ഇത് പറഞ്ഞു. ഇപ്പോൾ പോലും ഒരു മലയാളി പയ്യൻ ഇങ്ങനെ വീഡിയോ ഇറക്കുന്നത് കണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതിനകത്ത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ വെസ്റ്റേൺ മീഡിയയിലും അല്ലെങ്കിൽ വെസ്റ്റേണുള്ള ആൾക്കാരൊക്കെ ഈ സയൻസ് ഇങ്ങനെ കണ്ടിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഖുർആൻ വായിച്ച് മറ്റ് ഇതിൽ ആകർഷണമായി വരുന്നവരുണ്ട്. പിന്നെ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടാണ് ഈ ആകാശം എന്നുള്ളതും
അപ്പോൾ അത് ഓക്കെ ലിയാഖത്തിൽ പറഞ്ഞത് നമുക്ക് എടുത്ത് വെച്ച് നോക്കാം എന്താണ് ഇത് അതിനകത്ത് തെറ്റുണ്ടോ എന്നുള്ളത്. ഇന്ന് ലിയാഖത്തിൽ പറഞ്ഞാൽ മാത്രമേ ഇന്ന് നമുക്ക് വാദം എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് ജനറലായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സയൻസ് എന്നുള്ളത് നിങ്ങൾക്ക് ഈസിയായിട്ട് ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുമല്ല അതിന് ഖുർആൻ സൈഡിൽ നിന്നും ആൾക്കാർ ഒരുപാട് റിസർച്ച് ചെയ്യുന്നുണ്ട് ഇതെന്താണെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് സയൻറ്റിഫിക് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഫേസ്ബുക്ക് ലിങ്കുണ്ട്, അതും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ആവശ്യമുള്ളവർ അത് ഡീറ്റെയിൽ ആയിട്ട് കാണുക. അതിനകത്ത് ഒരുപാട് ലിങ്കുകളുണ്ട്. എങ്ങനെയാണ് ഖുർആൻ്റെ ഓരോ വാക്കുകളും എത്ര കൃത്യമായിട്ട് സംസാരിക്കുന്നു, അതെങ്ങനെ ഹിസ്റ്ററിയെക്കുറിച്ച് എങ്ങനെ പറഞ്ഞു, അത് ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇതെങ്ങനെ പറയുന്നു എന്നൊക്കെ ഒരുപാട് വലിയ ഓരോരോ കാര്യങ്ങൾ അതിനകത്ത് ചെറിയ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. ആവശ്യമുള്ളവർ അത് നോക്കിക്കൊള്ളുക, ജസ്റ്റ് ഒരു അപ്ഡേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ക്ലിപ്പ് കാണുക. ക്ലിപ്പ് കണ്ടതിന് ശേഷം നമുക്കതിനകത്ത് ഓരോരോ പോയിന്റ് എടുത്ത് വെച്ചിട്ട് അതിന് ഉത്തരം പറയാം. ഒരു സംഭവത്തിന്റെ പിന്നിൽ ഒരു സംഭവമുണ്ട്, അല്ലെങ്കിൽ എക്ക് പിന്നിൽ ബി ആണ് എന്ന് നമ്മൾ ആരോപിക്കണമെങ്കിൽ ആദ്യം നമുക്ക് എ എന്താണെന്ന് മനസ്സിലാവണ്ടേ? മനസ്സിലായിട്ടുണ്ടല്ലോ. എന്താണ് പ്രപഞ്ചം? പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ടതിനനുസരിച്ചൊക്കെ നമ്മൾ എന്ത് കണ്ടു? നമ്മൾ എവിടുന്ന് കണ്ടു? കുറച്ച് കണ്ടിട്ടുള്ളൂ. എവിടുന്ന് കണ്ടു? ആര് കണ്ടു? നിങ്ങൾ എന്ത് കണ്ടു? നമ്മളെ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് കാണുന്ന നിങ്ങൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട്? നിങ്ങൾ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പിക്ചർ വരുന്നില്ലേ? അതില്ല, പിക്ചറില്ല. ഇല്ല, ഒരു പിക്ചർ ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പിക്ചർ വരുന്നില്ല. ഇല്ല, നിങ്ങൾക്ക് ആകെ താഴെയുള്ള ഭൂമിയും മോളിൽ കാണുന്ന ആകാശവും അതിന്റെ അടിയിലുള്ളതുമാണ് നിങ്ങളുടെ പ്രപഞ്ചം അല്ലേ? അങ്ങനെ പോകണം, അന്തമായി പോകണം. ഏതുവരെ പോകും? നമ്മൾ കാണാത്ത ഒരുപാട്. ഇതിന്റെ പുറത്തോട്ട് പോയിട്ട് ഗാലക്സിയിലേക്ക് പോകുമെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ നിൽക്കുന്ന ഒരു ഗാലക്സി മാത്രമല്ല എന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഒരു സംഭവത്തിന്റെ അതാണ് ഏറ്റവും അടിയിൽ, ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒന്നാമത്തെ ആകാശല്ലേ? നമുക്ക് ഒന്നാമത്തെ ആകാശത്തെ കുറിച്ച് സംസാരിക്കാം. എന്താണ് ഒന്നാമത്തെ ആകാശം? ഒന്നാമത്തെ ആകാശം അവിടുന്നാണ് അള്ളാഹു മഴ ഇറക്കി തരുന്നല്ലേ? അവിടുന്നാണ് മഴ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോ അതിന്റെ ഒരു മേലാപ്പ് കണ്ടിട്ടുണ്ട്. ഏത് മേലാപ്പ്? അങ്ങനെ ഒരു മേലാപ്പ് ഇല്ല. ഇല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. അത് സൃഷ്ടിച്ച് പൊക്കി നിർത്തി, തൂണില്ലാതെ പൊക്കി നിർത്തി എന്നതാണ് വീരസ്യം പറയുന്നത്. തൂണില്ലാതെ പൊക്കി നിർത്തിയാണ് ഭൂമിയിൽ എന്തെങ്കിലും. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ആകാശത്തെ കുറിച്ചും അവിടുന്ന് മഴ ഇറക്കി തരുന്നതിനൊക്കെ കുറിച്ച് നബി പറയുന്നത് ഇതിലേക്കൊക്കെ നോക്കിയിട്ട് അള്ളാഹിന്റെ സൃഷ്ടി വൈഭവത്തിൽ അത്ഭുതം കൂടാനാണ്. ഹലോ അല്ലേ? അതുകൊണ്ടാണ് ഞങ്ങളോട് ചോദിച്ചത് ആകാശത്തേക്ക് നോക്കുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ എന്ന് ഖുർആൻ പറയുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പം അത് ഈ ആയത്തിൽ ഞാൻ തെറ്റായി അർത്ഥം വെച്ചതാണ് നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ അത് സ്ഥാപിക്കാൻ വേണ്ടി ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ അവിടെ നിർത്തി. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു അതിന്റെ തൊട്ടടുത്ത് പറയുന്നുണ്ട് സമാവാത്തിലേക്ക് നോക്കുന്നില്ലേ എന്ന്. വൈലസമായി കൈഫ റുഫിയത്ത്, വൈലൽ അർളി കൈഫ സുതിഹത്ത്, വൈലൽ ജിബാലി കൈഫ നുസിബത്ത് ഒക്കെ അല്ലേ? അപ്പം ആകാശത്തെ ഉയർത്തി നിർത്തിയിരിക്കുന്നു അല്ലാഹു. എന്തിനു വേണ്ടിയിട്ട് നമ്മളോട് പറയുന്നത്? വൈലൽ ജിബാലി പിന്നെ വൈലൽ സമായി കൈഫ റുഫിയത്ത്, ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. ആകാശത്ത് നോക്കി ചിന്തിക്കുന്നില്ലേ? അതന്നെ ഞാൻ പറഞ്ഞത്. അതന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഖുർആനിൽ പറയുന്ന ആകാശത്തിൽ ഒരു മിനിറ്റ് ആൾക്കാർക്ക് എന്താ ആകാശം? അപ്പൊ അവരോട് മേലോട്ട് നോക്കി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? മേലോട്ട് എന്താണ് ആലോചിച്ചത്? അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ആകാശം പോലെ നിങ്ങൾക്ക് കാണുന്ന ഈ മേലാപ്പില്ലേ, അങ്ങനെ ഒരു സാധനം ഇല്ല, നിങ്ങൾക്ക് തോന്നൽ മാത്രമാണ് ശാസ്ത്രീയമായ. ആകാശം എന്നൊരു പേരിട്ടു, സമാധിന് പേരിട്ടു. അവിടെ സമാധി പഠിപ്പിക്കലല്ലോ ഉദ്ദേശം. പിന്നെ എന്താണ് ഉദ്ദേശം? മേലത്തെ ഒരു അവിടുന്ന് തൂണ് തൂണില്ലാത്തത്. ഞാൻ പറയാം, തൂണില്ലാത്ത ഒരു മേലാപ്പ്, തൂണില്ലാതെ ഉയർത്തി നിർത്തിയ ഒരു ഡൂം പോലെ ഉയർത്തി നിർത്തിയ ഒരു മേലാപ്പ് ഇല്ലല്ലോ ഭൂമിക്ക്. ഉണ്ടോ? മേലാപ്പ് എന്ന ഉദ്ദേശം അങ്ങനെ സാധനം അവിടെ നമ്മൾ സങ്കല്പിക്കുന്ന പോലെ ഉണ്ട് അർത്ഥം തന്നെയാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾക്ക് 13:2 അല്ലാഹുല്ലദീ റഫഅ അസ്സമാവാതി, ആകാശത്തെ ഇല്ലാത്തൊരു സാധനത്തെ ഉയർത്തുന്ന മഹാനാണ് അല്ലാഹ്. ഇല്ലാത്തെന്ന് പറഞ്ഞാൽ അവിടെ ഒരു അതിനതായ സങ്കല്പികമായ എന്ത് സങ്കല്പം? ഉയർത്തുക എന്ന് പറയണോ സങ്കല്പം? ഉയർത്തി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ടച്ച് ചെയ്യാത്ത രീതിയിലല്ല അകന്നു നിൽക്കുന്ന. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ 2 ക്ലിപ്പും കേട്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഒരു സാരാംശം പറയാം, എന്താണ് ലിയാഖത്തിൽ പറഞ്ഞു വരുന്നത് എന്നുള്ളത്. അതിനകത്ത് പറയുന്നത് ആകാശം എന്താണ് ഇസ്ലാമിൽ അല്ലെ ഖുർആനിൽ സമാദ് എന്ന് പറഞ്ഞത് എന്താണ്, എന്തിനാണ് അത് പറയുന്നത്? മുകളിലുള്ള ഈ മേഘങ്ങളുള്ള മഴ വരുന്നത് അതാണോ ആകാശം? അതല്ല അതിൻ്റെ മുകളിലുള്ള അങ്ങ് അനന്തമായി കിടക്കുന്നത് ഉണ്ടല്ലോ, അതാണ് ആകാശം? ഇതൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് ഇത് പ്രപഞ്ചം ഉണ്ടെന്ന് ആര് പറഞ്ഞു തന്നു? അത് ഖുർആനിലുണ്ടോ? സയൻസ് അല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്? പ്രപഞ്ചം അല്ലെങ്കിൽ ഗാലക്സിയൊക്കെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? സയൻസാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. അതിനകത്ത് ഖുർആനിൽ ഗാലക്സി ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഖുർആൻ്റെ ഇതനുസരിച്ച് ആകാശം നമ്മൾ നേരെ കാണുമ്പോൾ നീല നിറത്തിലുള്ളതല്ലേ, അതാണ് ആകാശം. അത് ഒരു എന്താണ്, ഒരു മേലാപ്പ്, അതാണ് ഒരു മേലാപ്പ് പോലെ അതിൽ തൂണിൽ വെച്ച് നിർത്തിയിരിക്കുന്നു എന്ന് ലിയാഖത്തിൽ പറയുന്നത്. നമ്മളല്ല പറയുന്നത്, ലിയാഖത്തിൽ പറയാണ് മേലാപ്പുണ്ട്, അതിനകത്ത് പൊക്കി നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുന്ന ആകാശമല്ലേ ഇസ്ലാം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണുന്നോ അതേ ഉള്ളൂ, അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. അതാണ് വാദം പുള്ളിയുടെ. കാണുന്ന ആകാശം മാത്രമേ ഉള്ളൂ, അതിൻ്റെ അപ്പുറം ഒന്നുമില്ല എന്ന് അങ്ങനെ പറയണം.
പിന്നെ ആകാശത്തെ ഉയർത്തി നിർത്തിയിരിക്കുന്നു, ആകാശത്തേക്ക് നോക്കുന്നില്ലേ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എടുത്തു വെച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഖുറാനിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നുള്ളത് നോക്കുന്നതിന് മുമ്പ് ഇപ്പം നമ്മൾ പറയാമെന്ന് വിചാരിച്ചോ, ആകാശത്ത് നക്ഷത്രങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞാൽ ഏത് ആകാശത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? രാത്രി ആകാശം എന്ന് ഒന്നില്ലെന്നാണ് ലിയാഖത്തിൽ പറയുന്നത്. ഒരു സമയത്ത് ഇല്ലാത്ത ഒന്നിനെ ലാസ്റ്റ് ക്ലിപ്പിൻ്റെ ലാസ്റ്റ് കേട്ടറിയാം, ഇല്ലാത്ത ഒന്നിനെ എങ്ങനെയാണ് ഉയർത്തി നിർത്തുക? അപ്പോൾ ആകാശം ഒന്നില്ലയോ? അപ്പം നമ്മൾ പിന്നെ പറയുന്ന ആകാശം എന്താണ്? ആകാശ നക്ഷത്രങ്ങൾ സ്കൂളിൽ പറഞ്ഞിരുന്നുണ്ട്. മുകളിൽ നോക്കുന്നു, ആകാശത്തേക്ക് നോക്കൂ നക്ഷത്രം, ആകാശത്തേക്ക് നോക്കൂ മേഘങ്ങളുണ്ട്, ആകാശത്തേക്ക് നോക്കൂ പക്ഷികൾ പറക്കുന്നുണ്ട്, പക്ഷികൾക്ക് പാമ്പുകൾക്ക് മാളങ്ങളുണ്ട്, പറവകൾക്ക് ആകാശമുണ്ടെന്നുണ്ട്. അത് ഏത് ആകാശമാണ്? അപ്പോൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ആ സയൻസ് സെക്കൻഡറി ആയിട്ടിരിക്കട്ടെ, സാധാരണ ഒരാൾ നോക്കി പറയുന്ന ആകാശം ഏതാണ്? അത് നമ്മൾ ലേഖത്തിലൂടെ അങ്ങോട്ട് ചോദിക്കുകയാണ്. ആകാശത്തിൽ നക്ഷത്രങ്ങൾ കാണുന്നില്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അത് നമ്മൾ പറയാറുണ്ടോ ഇല്ലയോ? ലിയാഖത്തിൽ പറയുമോ ഇല്ലയോ? മുകളിൽ നക്ഷത്രങ്ങൾ കണ്ടിട്ട് ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട് എന്ന് ലിയാഖത്തിൽ പറയുമോ ഇല്ലയോ? പറയും. അപ്പോൾ ആ ആകാശം ഏതാണ്? ആകാശം ഇല്ലെന്നല്ലേ, ആകാശം എന്നൊരു സാധനമേ ഇല്ലെന്നാണ് ലിയാഖത്തിൽ പറയുന്നത്. ആകാശം അങ്ങനെ പൊക്കി നിർത്തിയിട്ട് ആകാശം സാധനം അത് തോന്നലാണ്. അത് അങ്ങനെ നമുക്ക് തോന്നുന്നതാണ്, അങ്ങനെ ഒന്നും ഇല്ല. ശരി, അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഈ ആകാശത്ത് നക്ഷത്രം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതും തോന്നലാണ്. അപ്പോൾ നക്ഷത്രം ഇല്ലയോ? നക്ഷത്രം എവിടെയാണ് നിൽക്കുന്നത്? സൂര്യൻ എവിടെയാണ്? ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത്? അതിനെല്ലാം കൂടെ ചേർത്തല്ലേ നമ്മൾ ആകാശം എന്ന് പറയുന്നത്. മുകളിൽ കാണുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രം നമ്മൾ കാണുന്നതിന് ആകാശം എന്ന് പറയുന്നത്. അതിനും ആകാശം എന്ന് പറയും. പറവകൾ പറക്കുന്നത് ആകാശം എന്ന് പറയും. ഇപ്പോൾ ഇത്രയും നാൾ നമ്മൾ പറഞ്ഞതെല്ലാം തെറ്റാണ്. അങ്ങനെ ഇല്ല, ആകാശം നമ്മൾ സാധനം ഇല്ല, കാണുന്നതെല്ലാം തെറ്റാണോ? അപ്പം സെൽഫ് കോൺട്രഡിക്റ്റ് ആയിട്ടുള്ള ഒരു വാദമാണ് ഇതിനകത്ത്. ആ ഒരു മുസ്ലിയാരുമായിട്ട് ആരാന്നറിയുമ്പോൾ ആരുമായിട്ട് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ലിയാഖത്തിൽ എന്തോ വലിയ പോയിന്റ് പറയുന്നു. അവസാനം വരെയും ലിയാഖത്തിൽ പറയാമെന്ന പോയിന്റ് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അത് സംസാരിച്ച ആൾ നല്ലപോലെ മടക്കി കൊണ്ടുവന്നു. എന്താണ് തെറ്റ് പറയൂ ലിയാഖത്തിൽ, നിങ്ങൾ എന്താണ് പറയുന്നത്, ആകാശം എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ അത് പറയാൻ അവസാനം വരെയും ലിയാഖത്തിലേക്ക് പറ്റിയിട്ടില്ല. ഈ ക്ലിപ്പ് നിങ്ങൾ ഫുള്ള് കേട്ടാലറിയാം. എന്താണ് ആകാശം, എന്താണ് ആകാശം ഇങ്ങോട്ട് ചോദിക്കുന്നതല്ലാതെ എന്താണ് ഖുറാൻ പറഞ്ഞതിനകത്ത് എന്താണ് തെറ്റെന്ന് അവസാനം വരെ 1 മണിക്കൂറിനടുത്ത് വീഡിയോ ഉണ്ട്. ഒന്നും പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു തെറ്റെടുത്ത് കാണിക്കാൻ 1 മണിക്കൂർ ആകാശത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് ലിയാഖത്തിലേക്ക് പറ്റിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ വിമർശനം കൊണ്ടുവരുന്നത്? അടിമയും സ്ത്രീയായിട്ടൊക്കെ ഇരുന്നാൽ പോരെ, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം ചെയ്താൽ പോരെ. ഇല്ലാത്ത വേണ്ടാത്ത ഭൂമിയിൽ നിന്ന് ആകാശം, ആദ്യം ഭൂമിയിലെ ക്ലിയർ ചെയ്യും. അടിമത്തത്തിൽ നമ്മൾ പറഞ്ഞതിനൊക്കെ ഉത്തരം അല്ലെങ്കിൽ ബാസിൽ പറഞ്ഞതിനുമൊക്കെ ആധുനിക അടിമയും ഇസ്ലാമിലെ അടിമത്വവും സംസാരിക്കാൻ ആരിഫ് ഹസൻ്റെ അടുത്ത് വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ അടുത്ത് പറഞ്ഞ് വരാൻ പറ, സംഭവത്തിന് വരാൻ പറ. അപ്പോൾ അതൊക്കെ ആദ്യം ക്ലിയർ ചെയ്തിട്ട് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞതല്ല ആദ്യം ക്ലിയർ ചെയ്ത് അതിനെല്ലാം നമ്മൾ തിരിച്ച് ചൂടോടെ മറുപടി നൽകിയിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് പോയാൽ പോരെ ആകാശത്തിലേക്ക്. അതാണ് നമ്മൾ ലിയാഖത്തിലോട് ചോദിക്കാനുള്ളത്. അപ്പോൾ ഭൂമിയിലുള്ള കാര്യം ക്ലിയർ ആക്കാൻ പറ്റാത്ത ലിയാഖത്തിലേക്ക് ആകാശത്തിൽ എങ്ങനെ പറയാൻ പറ്റത്തില്ല. 1 മണിക്കൂർ നിന്നിട്ടും എന്താണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് നമുക്കൊരു ചാൻസ്, ഒരു ക്ലിപ്പിന് വേണ്ടി നോക്കിയിരിക്കുകയാണ്. ലിയാഖത്തിൽ ക്ലിപ്പ് ഇറക്കിയാൽ നമുക്ക് അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആ ക്ലിപ്പ് എടുക്കുന്നത്. അതിനകത്തൊന്നും പറഞ്ഞില്ല, ഒന്നും പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പം ഗാലക്സി ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത്? അപ്പോൾ ആകാശം എന്നുള്ള ആ വാക്കിൽ കയറി പിടിച്ചിട്ടാണ് ഇവർ സാധാരണ എക്സ് മുസ്ലിംസാണ് അങ്ങനെ ചെയ്യുന്നത്. ഖുറാനിൽ ആകാശം തെറ്റിപ്പോയി, ആകാശം അങ്ങനെയൊന്നുമില്ല. അവർ മുഹമ്മദ് നബി പുറത്തുനിന്ന് നോക്കിയപ്പോൾ എന്താണോ കണ്ടത് അതാണ് ആകാശം. ഇതാണ് ഈ മൊത്തത്തിൽ ഞാൻ പറഞ്ഞ ഇത്ര പോയിൻറ്റിൻ്റെയും ബേസിക്കായിട്ടുള്ള അവരുടെ വാദം നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അറിവും ഖുറാനകത്ത് പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബി പുറത്ത് വന്ന് കണ്ടു, നോക്കിയപ്പോഴത്തേക്ക് മുകളിൽ എന്താണോ കണ്ടത് അതിനെക്കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ മെയിൻ വാദം. അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അത് മാത്രമേ ഉള്ളൂ വാദം. ഖുറാൻ ആകാശത്തെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞു, അത് എത്രത്തോളം സയൻസോട് ചേർന്ന് പോകുന്നുള്ളത് നോക്കാം. ആദ്യത്തെ പോയിന്റ്, നമ്മുടെ ഭാഷയിൽ പോലും ആകാശം നമ്മൾ 2 രീതിയിൽ ഉപയോഗിക്കും. ഒന്ന് എന്താണ്, ഈ നക്ഷത്രങ്ങളുള്ള ആകാശം ഉണ്ടല്ലോ, അതിനും ആകാശം എന്ന് പറയും. മേഘങ്ങൾ വളരെ താഴെയാണ് നിൽക്കുന്നത്, നമുക്കറിയാം. നമ്മുടെ തൊട്ട് അടുത്താണ് മേഘങ്ങൾ ഉള്ളത്. ആകാശത്തിലൂടെ വിമാനം പറക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ തൊട്ട് മുകളിൽ കൂടെ ഉള്ള ആ സ്പേസിനെയാണ് ആകാശം എന്ന് പറയുന്നത്. നക്ഷത്രം എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ ദൂരമുള്ളത്. പിന്നെ ബഹിരാകാശം എന്ന് ആര് പറയും? ഔട്ടർ സ്പേസ് എന്ന് സയൻറ്റിഫിക് ടേംസിൽ പറയാറുണ്ട്. എന്ന് വെച്ചാൽ ബഹിരാകാശം എന്ന് പറഞ്ഞാൽ ഈ സാറ്റലൈറ്റൊക്കെ പോകുന്നത് നക്ഷത്രം സണ്ണിൻ്റെ അടുത്തൊന്നും പോയിട്ടില്ല. ജസ്റ്റ് ഈ നമ്മളുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് കറങ്ങുന്നില്ലേ, അതും ബഹിരാകാശം തന്നെ പറയുന്നത്. ഒരു ബഹിരാകാശ പേടകത്തിൽ പോയി എന്നൊക്കെ പറയുന്നത്. അതിനും മുകളിലാണ് സൂര്യനും ചൊവ്വയൊക്കെ നിൽക്കുന്നത്, അത് വേറെ. ഈ സ്പേസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് അവിടെ സ്പേസ് സ്റ്റേഷൻ പണി നിൽക്കുന്നതെല്ലാം അത് സൂര്യനും ചന്ദ്രനുമായിട്ട് എത്രയോ ദൂരമാണ്, അതിൻ്റെ താഴെയാണ് അതെല്ലാം നിൽക്കുന്നത്. അത് തന്നെ ബഹിരാകാശം എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മുടെ സംസാരത്തിൽ ആകാശം എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങളും ആ മണ്ഡലങ്ങളും എല്ലാം ഉള്ളതിനെയാണ് ആകാശം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഖുറാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ 2 രീതിയിലും ആകാശത്തെക്കുറിച്ച് ഖുറാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മഴ, മേഘം, പക്ഷികൾ പറക്കുന്ന അതിനെയും ആകാശം എന്ന് ഖുറാൻ പറയുന്നുണ്ട്. ഓരോരോ എക്സാമ്പിൾ പറയാം. ഖുറാൻ 2:164 ഇതിനെ മഴ ആകാശത്ത് നിന്ന് വർഷിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഈ ആയത്തിൽ. പിന്നെ ഉണ്ടെന്നുള്ളത് 30:48 മേഘങ്ങൾ, ആകാശത്ത് മേഘങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് 30:48. അതിൽ പക്ഷികൾ പറക്കുന്നുണ്ടെന്നുള്ളത് 16:179 ഇതിനെയും ആകാശം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മാത്രമാണോ പറഞ്ഞേക്കുന്നത്? അല്ല, ഇവിടാണ് ഇപ്പോൾ കറക്റ്റായിട്ട്
ലിയാഖത്തിലേക്കും ശരി, ഇനി വിമർശിക്കുന്ന ആൾക്കാർക്കെല്ലാം കുറിക്ക് കൊള്ളുന്ന മറുപടി ഖുർആൻ തരുന്നത് ഇതാണ്. 7 ആകാശമുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. എങ്ങനെയാണ് 7 ആകാശം മനസ്സിലാക്കുക? നമ്മൾ വെറുതെ പറഞ്ഞതാണോ അതോ അതുപോലെ ഡെഫിനിഷൻ തന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ, 7 ആകാശം പറഞ്ഞിട്ട് പറയും ഏറ്റവും താഴത്തെ ആകാശം നമ്മൾ നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഈ കാണുന്നത്, ഈ നക്ഷത്രങ്ങൾ നമ്മൾ കണ്ടാലും ശരി, ഇനി സയൻസ് കണ്ടാലും ശരി, സയൻറ്റിസ്റ്റ് കണ്ടാലും അസ്ട്രോണമിസ്റ്റ് കണ്ടാലും കാണുന്നത് എല്ലാം ഈ നക്ഷത്രങ്ങളും ഈ ഒരു പറയുന്ന ഗാലക്സികളെല്ലാം. ഈ ഗാലക്സിയെ കുറിച്ച് ഉണ്ടോയെന്ന് വെച്ചില്ലേ, ഈ നക്ഷത്രം എന്ന് പറയുമ്പോൾ ഗാലക്സി എല്ലാം ഉൾപ്പെടും. എല്ലാ ഗാലക്സിയും ഒരു നക്ഷത്രം ബേസ് ചെയ്തിട്ടാണ് ഗാലക്സി ഉള്ളത്. ഒരു സൗരയൂഥം, കുറേ സൗരയൂഥം പോലെ കുറേ ചേരുമ്പോഴത്തേക്ക് ഒരു ഗാലക്സി, അത് കുറേ ഗാലക്സി ചേരുമ്പോഴത്തേക്ക് അതൊരു വലിയ രീതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ ആ നക്ഷത്രങ്ങളെല്ലാം ചേർന്നതിനാണ് ഇസ്ലാം പറഞ്ഞത് ഇത് ആദ്യത്തെ ആകാശം. 7 ആകാശമുണ്ട്, അതിൽ ഏറ്റവും താഴത്തെ ആകാശം നമ്മൾ തന്നെ അള്ളാഹു ഞാൻ നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. ഇപ്പം ആൻസറായ തീർന്നു. ഇപ്പോൾ പ്രപഞ്ചമായി എല്ലാ ലേഖത്തിൽ പറഞ്ഞ എല്ലാ പറഞ്ഞ ആരോപണങ്ങൾക്ക് മറുപടി ഈ ഒരൊറ്റ ലൈനിലായി. പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഗാലക്സിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. നക്ഷത്രങ്ങളുള്ളതെല്ലാം ഗാലക്സിയുടെ സിസ്റ്റമാണത്. അതിനെയാണ് താഴത്തെ ആകാശം എന്ന് പറഞ്ഞത്. അതിൻ്റെ മുകളിലും ഉണ്ട് എന്ന് പറഞ്ഞു. കണ്ടത് മാത്രം പറയുകയാണെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ എന്നല്ലേ പറയേണ്ടത്. മുഹമ്മദ് കണ്ടത് പറയണമെങ്കിൽ ഇത് മാത്രമല്ല, ഇത് ഇത്രേ ഉള്ള ആകാശം കണ്ടില്ല, നക്ഷത്രം കാണുന്നില്ല, ഇതേ ഉള്ളൂ. ഇതിന് മുകളിലും ഉണ്ട്. അത് തന്നെയാണ് സയൻസും പറയുന്നത്. ഇതിന് മുകളിലും ഉണ്ട്. പക്ഷേ നമുക്ക് ഒബ്സർവബിൾ യൂണിവേഴ്സ്, നോൺ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് രണ്ടാക്കി തരംതിരിച്ചിട്ട് എവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്, നക്ഷത്രത്തിൽ നിന്നുള്ള ലൈറ്റ് നമ്മുടെ പുറത്ത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഗ്രാവിറ്റി ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ വെച്ച് ചില ടെസ്റ്റ് നടത്തുന്ന ആ പോർഷനെ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്നും, അതിൻ്റെ അപ്പുറമുള്ളത് നമുക്ക് അറിയത്തില്ല, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അവർ തന്നെ രണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഖുർആൻ വളരെ കൃത്യമായിട്ടല്ലേ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ഇന്ന് സയൻറ്റിസ്റ്റ് ഒബ്സർവ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സ് എല്ലാം ചേർത്തിട്ടാണ് ആദ്യത്തെ ആകാശം, ഏറ്റവും താഴത്തെ ആകാശം. അതിൻ്റെ മുകളിൽ ഇനി അങ്ങോട്ടും 7 ആകാശങ്ങളുണ്ട് എന്ന് പറയുന്നതോടെ ഈ ലിയാഖത്തിലൂടെ വാദങ്ങളെല്ലാം തീർന്നു. ഇതും ആകാശം തന്നെയാണ്, അതും ആകാശം തന്നെ. നമ്മൾ യൂസ് ചെയ്യുന്ന അതേ ലാംഗ്വേജിൽ തന്നെ രണ്ടിനെയും ആകാശം എന്ന് പറഞ്ഞു, താഴത്തെ ആകാശം എന്ന് പറഞ്ഞു, 7 ആകാശം എന്ന് പറഞ്ഞു, അതിൻ്റെ മുകളിൽ 6 ആകാശം വേറെയുണ്ട്. തട്ടായിട്ടെന്ന് പറഞ്ഞാൽ അത് ഓരോ ലെയറായിട്ട് നമുക്ക് കണ്ണിൽ വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു തട്ടോ അല്ലെങ്കിൽ ഒരു ഷീറ്റ് വെച്ച് മറച്ചു തരണമെന്നല്ല, ഒരു പാർട്ടായിട്ട് തിരിച്ചറിയാം. ഏറ്റവും താഴത്തെ ആകാശം നക്ഷത്രമുള്ളത്, അതിൻ്റെ അപ്പുറം അങ്ങോട്ടുള്ള നക്ഷത്രം ഇല്ലാത്തൊരു ആകാശം കാണും. അത് നമുക്കറിയത്തില്ല, സയൻസും അങ്ങനെ എത്തിയിട്ടില്ല. അതിനപ്പുറമുണ്ട് 7 തട്ടായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ക്ലിപ്പിലില്ലെങ്കിലും 7 ഭൂമി എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണോ 7 ആകാശം നമ്മൾ തട്ടായിട്ട് തിരിച്ചത്, അതേപോലെ ഈ ഭൂമിയും 7 തട്ടാണ്. അല്ലാതെ 7 ഭൂമി എന്നുള്ള അർത്ഥമല്ല. ഇപ്പോൾ 7 ഭൂമി എവിടെയെന്ന് സാറിന് ചോദിക്കും. 7 ഭൂമി എന്നർത്ഥമില്ല. 7 ആകാശം എന്ന് എങ്ങനെ ഒറ്റ ആകാശമായിട്ട് നമ്മൾ കിടക്കുന്നെങ്കിൽ നമ്മൾ 7 ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഖുർആൻ. അതേപോലെ തന്നെ ഭൂമി 7 എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ തന്നെ 7 ഭാഗമായിട്ട് ഖുർആൻ അതിനെ വിഭജിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് 7 ഭൂമി എന്ന് പറഞ്ഞത്. ഇപ്പം ഭൂമിയിലാണ് നിങ്ങൾ താമസിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ഭൂമിയാണ്. നിങ്ങൾ ഒരു തുണ്ട് ഭൂമി എന്ന് പറയുന്നില്ല, അതെല്ലാം ഭൂമി തന്നെയാണ്. അപ്പോൾ ഭൂമി എന്ന് പറഞ്ഞാൽ മൊത്തം ഭൂമിയും പറയാം, അതിൻ്റെ പാർട്ടിനെയും ഭൂമി എന്ന് പറയാം. അപ്പം 7 ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ 7 ലെയറാണ് ഇസ്ലാം അതിനെ കണ്ടിരിക്കുന്നത്. എങ്ങനെയാണോ ആകാശത്തെ 7 ആയിട്ട് ഇസ്ലാം തരംതിരിച്ചത്, അതേപോലെ ഈ ഭൂമിയെ തന്നെ 7 പാളികളായിട്ട് അല്ലെങ്കിൽ 7 പാർട്ടായിട്ട് ഇസ്ലാം അതിനെ കാണുന്നു. അതാണ് 7 ഭൂമി. ഞാൻ അത് സാധാരണയായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ, അത് ക്ലിപ്പിൽ വന്നിട്ടില്ല. അപ്പം താഴത്തെ ഇത് നക്ഷത്രം എന്ന് പറഞ്ഞതുകൊണ്ട് കംപ്ലീറ്റ് ഇത് ഇസ്ലാം യാതൊരു തെറ്റുമില്ല. രണ്ടിനെ ആകാശം തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ റെഫറൻസ് നോക്കിക്കൊള്ളുക. ഖുർആൻ്റെ 41:12, അതിന് 65-ൻ്റെ 12, 71-ൻ്റെ 15. അടുക്കടുക്കായി 7 ആകാശം ഉണ്ടെന്നുണ്ട്. അതല്ലാതെ 7 ആകാശം ഒന്നുണ്ട്. അതുതന്നെ 41:12 അടുത്തുള്ള ആകാശത്തെ, അതായത് നമുക്കടുത്തുള്ള ആകാശത്തെ നക്ഷത്രങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വിളക്കുകൾ കൊണ്ട് നമ്മൾ അലങ്കരിച്ചു എന്ന് പറയുന്നു. അപ്പം ലിയാഖത്തിലൂടെ പറഞ്ഞ എല്ലാം അതിനകത്ത് ക്ലിയറായി. ഇനി ലിയാഖത്തിലേക്ക് വേണ്ടിയല്ല, ജനറലായിട്ട് ഖുർആൻ ഈ പറഞ്ഞതുണ്ടല്ലോ, ഇത് കണ്ടത് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞില്ലേ. കണ്ടത് മാത്രമല്ല, ഈ കാണാത്തത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വേറെ കുറേ റെഫറൻസ് ഉണ്ട് ആകാശമായിട്ട്. അതെല്ലാം പെട്ടെന്ന് ഓടിച്ച് നോക്കിയിട്ട് പോകാം. അപ്പം അതുപോലെ ഖുർആൻ്റെ 37:6-10 അടുത്തുള്ള ആകാശവും നക്ഷത്രങ്ങളും ഉള്ള ആകാശം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 15-6 ആകാശത്ത് നക്ഷത്രമണ്ഡലം അലങ്കാരം നോക്കുന്നവർക്ക് അലങ്കാരമാക്കിയിട്ടുണ്ട് എന്ന് 15-6 പറയുന്നുണ്ട്. അപ്പോൾ ആകാശം നക്ഷത്രമണ്ഡലം എന്നൊക്കെ പറയുന്നത് അതെല്ലാം അതും ആകാശമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ആകാശത്ത് നക്ഷത്രമണ്ഡലങ്ങളാക്കി എന്നും പറയുന്നുണ്ട്. അതുപോലെ പറവകൾ പറക്കുന്നതും ആകാശം തന്നെ പറഞ്ഞിട്ടുണ്ട്. രണ്ടും ആകാശം എന്നാണ് ഖുർആൻ പറഞ്ഞേക്കുന്നത്. അതുപോലെ 25-61 അതിലും നക്ഷത്രമണ്ഡലങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ ഉള്ള ആകാശം, അതും ആകാശം തന്നെയാണ്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, ഇതൊന്നും ആകാശം ഇല്ലെന്ന് ലേഖത്തിൽ എങ്ങനെ പറയുന്നത്? ആകാശം ഇല്ലെന്ന്. ഈ ആകാശത്തെയാണ് നാം തൂണുകളില്ലാതെ ഉയർത്തി, നിങ്ങൾ കാണുന്ന തൂണ്, ഇതിൽ തന്നെ എന്ത് വലിയ സയൻസ് ഉണ്ടെന്ന് ആലോചിക്കുക. നിങ്ങൾ കാണാത്ത തൂണുകൾ കൊണ്ട് ഞാൻ ഉയർത്തി നിർത്തി. എവിടെ ആകാശം ആരും ഉയർത്തി നിർത്തിയെന്ന്? അതിൻ്റെ മുകളിലെല്ലാം സൂര്യൻ ചന്ദ്രനുള്ളത് ആകാശമല്ലേ അത് ഉയർത്തി നിൽക്കില്ല. അതെന്തെങ്കിലും ഇതുണ്ടോ? നമുക്ക് ഭൂമിയും സൂര്യനായിട്ട് എന്തെങ്കിലും അറ്റാച്ച്മെൻ്റ് ഉണ്ടോ? അത് സംസാരിച്ച ആളെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. നമുക്കൊരു പന്തലുണ്ടെങ്കിൽ എത്ര തൂണിടണം,
ഈ ഇവിടെ നിൽക്കുന്ന സൂര്യനും ചന്ദ്രനും അതാണ് ആകാശം. സൂര്യനും ചന്ദ്രൻ നക്ഷത്രമുള്ള സ്ഥലത്തിനാണ് ആകാശം എന്ന് പറയുന്നത്. അതിനെന്തെങ്കിലും വെച്ച് ഇവിടെ തടഞ്ഞു നിർത്തണം. അത് എന്തുകൊണ്ട് വീഴുന്നില്ലെങ്കിൽ നമുക്ക് കാണാത്ത കണ്ണിന് ഇതിലേക്ക് പറയുന്നത് കാണുന്ന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് കണ്ണിന് കാണാത്ത തൂണുണ്ടെന്ന് പറഞ്ഞാൽ അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണത്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളത്. തൂണുണ്ട് എന്ന് പറഞ്ഞതിൽ നിന്നും അതൊരു സയൻറ്റിഫിക് ആണെന്ന് നോക്കുക. ഇത് കണ്ടെന്ന് ലേഖത്തിൽ പറഞ്ഞതുപോലെ പ്രവാചകൻ കാണുന്നത് മാത്രമല്ല പറഞ്ഞത്, സയൻസ് കറക്റ്റായിട്ട് പറഞ്ഞു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലാണ് ഇത് നിൽക്കുന്നത്. അത് കാണാത്ത തൂണെന്ന് ഖുർആൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കണ്ട് ആക്ച്വലി ഇത് ഇസ്ലാമിക ദൈവത്തിൻ്റെ ഗ്രന്ഥമാണെന്ന് മനസ്സിലാവേണ്ട ലിയാക്കത്തിൽ അത് നേരെ എതിർ പറയാണ്. കാണാത്ത തൂണെന്ന് എന്തുകൊണ്ട് ഉപയോഗിച്ചു? കണ്ണിന് കാണാത്ത തൂണുണ്ട്, അതുകൊണ്ടാണ് അത് നിൽക്കുന്നത് എന്ന് ഖുർആൻ എങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച്. അതായി. ഇനി നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് പറഞ്ഞില്ലേ ഖുർആൻ, അവിടെയാണ് ലേഖത്തിൽ പഠിക്കുന്നത്. നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുന്ന യൂണിവേഴ്സ് മാത്രമേ ഉള്ളൂ എന്നാണ്. ശരി, നോക്കാത്ത യൂണിവേഴ്സ് ഏതാണ്? ഇപ്പം ഇത് ആരെങ്കിലും പോയി നോക്കിയിട്ടല്ലേ ഈ ഗാലക്സി പറഞ്ഞത്? ഈ ഗാലക്സി ഉണ്ടെന്നും ഇതുപോലെ മൾട്ടിവേഴ്സ് ഉണ്ടെന്നും കോടാനുകോടി ഗാലക്സി ഉണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ ഊഹിച്ച് പറഞ്ഞതാണോ അത് ആരെങ്കിലും നോക്കിയിട്ട് പറഞ്ഞതാണോ? അത് നോക്കിയിട്ട് തന്നെയാണ് പറഞ്ഞത്. അത് നോക്കേണ്ട രീതിയിൽ അതിനുള്ള സാധനങ്ങളും വെച്ച് അതിനുള്ള ടെസ്റ്റുകൾ വെച്ചിട്ട് അത് പരിശോധിച്ചിട്ട് ഇത്രയും ഗാലക്സി ഉണ്ട്, ഇത്രയും നക്ഷത്രങ്ങളുണ്ട് എന്ന് ഊഹിച്ച് പറഞ്ഞതല്ല, നോക്കിയിട്ട് തന്നെയാണ് പറഞ്ഞത്. അത് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ലിയാഖത്തിലോട് മാത്രമല്ല അത് സംസാരിച്ചത് ഖുർആൻ, അല്ലെങ്കിൽ നമ്മളോട് മാത്രമല്ല നിങ്ങൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞത്. ലോകത്തുള്ള മനുഷ്യരോട് മൊത്തത്തിലാണ് പറഞ്ഞത് നിങ്ങൾ നോക്കുന്നില്ലേ ഖുർആൻ, നിങ്ങൾ ആകാശത്ത് നോക്കി ഞാൻ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, അതിൽ വല്ല ന്യൂനതകളുമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ആയത്തൊക്കെ ഞാൻ പിന്നെ പറയാം. ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഇത്രയ്ക്കും വിപുലമായ ആ ആകാശത്തിൽ നിങ്ങൾക്ക് വല്ല ന്യൂനതകൾ കാണാൻ പറ്റിയിട്ടുണ്ടോ? എന്നിട്ട് പിന്നെ നിങ്ങൾ വീണ്ടും നോക്കുക, ഒന്നും കൂടെ നോക്കുക, ജെയിംസ് വെബ് എൻ്റെ അപ്പുറം വെച്ച് നോക്കുക. നിങ്ങൾക്ക് അതിനകത്ത് യാതൊരു ന്യൂനതയും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, യാതൊരു ബ്രേക്കും ഇല്ലാന്ന് അങ്ങനെ ഒരു ഇതായിട്ട് പറയും. അതിനകത്ത് എന്താണ് യാതൊരു ക്രാക്സും ഇല്ല എന്നുള്ള, ക്രാക്സ് എന്ന് പറഞ്ഞാൽ ന്യൂനതയാണ് ഉദ്ദേശിക്കുന്നത്. ആകാശത്ത് യാതൊരു ക്രാക്സും ഇല്ല, വിടവും ഇല്ല, നിങ്ങൾക്ക് ഒരു വിടവും കാണാൻ പറ്റത്തില്ല. വിടവ് എന്ന് പറഞ്ഞാൽ വിടവല്ല, അത് ന്യൂനതകളില്ല. സൃഷ്ടിയിൽ നിങ്ങൾക്ക് ഒരു ന്യൂനതയും കാണാൻ പറ്റത്തില്ല. ഇതാണ് അള്ളാഹു പുകഴ്ത്തി പറയുന്നത്. അള്ളാഹു ഇത് തന്നെ പുകഴ്ത്തി പറയുന്നത്. ഇത്രയും ക്ലിയറായിട്ട് ഉണ്ടാക്കി വെച്ചാൽ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? കാണുന്തോറും നിങ്ങളത് അത്ഭുതത്തിൻ്റെ ആശ്ചര്യത്തിൻ്റെ അങ്ങ് അറ്റം പോകുന്നതല്ലാതെ ഒരു തെറ്റും അതിനകത്ത് തെറ്റുകുറ്റം കണ്ടുപിടിക്കുന്നത്. എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അത് അതിനെ സംവിധാനിച്ചിരിക്കുന്നത്, അതിൻ്റെ എത്ര സയൻറ്റിഫിക് ലോസിലാണ് അത് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നു, വോം ഹോൾ എന്ന് പറയുന്നു, എങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണത്. അപ്പം അതിൻ്റെ പിന്നിലുള്ള സയൻറ്റിഫിക് ടേംസും ഓരോന്നോരോന്ന് കൊണ്ടുവരുന്നതിനൊക്കെ മുമ്പേ അള്ളാഹു സൃഷ്ടിച്ച് വെച്ചിട്ട് നിങ്ങളത് നോക്കുക. നിങ്ങൾ കാണും തോറും നിങ്ങൾക്ക് ഇതിൻ്റെ സൃഷ്ടി വൈഭവം മനസ്സിലാവും. ഒന്നും കൂടെ നോക്കുക എന്ന് പറയുന്ന ആയത്തുകളൊക്കെ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒരു ലിങ്കേജിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ നമ്മളെ മാത്രമല്ല സയൻറ്റിസ്റ്റിനോടും കൂടി ചേർത്താണ് പറയുന്നത്. അവരുടേതായ രീതിയിൽ നോക്കുമ്പോൾ അവർക്കത് മനസ്സിലാവുന്നത് അതും ഉൾപ്പെടും ഈ ആയത്തിനകത്ത്. നോക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അത് നോക്കിയിട്ട് തന്നെയാണ് അവർ പറയുന്നത്. ഒട്ടകത്തിലെ നോക്കുന്നില്ലേ, ഒട്ടകത്തേക്ക് നോക്കുന്നില്ലേ. ഇപ്പോൾ നമ്മൾ നോക്കുന്നതും സയൻറ്റിസ്റ്റ് നോക്കുന്നതും രണ്ട് വ്യത്യാസമുണ്ട്. ചുമ്മാ കാണുന്നത് നമ്മൾ നോക്കിയാൽ ഓട്ടോ നടന്നു പോകുന്നു. പക്ഷേ അതിൻ്റെ എവല്യൂഷൻ നോക്കുന്നത്, എവല്യൂഷൻ അല്ല, അത് എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്, അപ്പം അത് ആ ഹാബിറ്റാറ്റുമായിട്ട് എങ്ങനെയാണ് അത് ചേർന്ന് പോകുന്നത് ഡെസേർട്ടുമായിട്ട്, അതിനുള്ള എന്തെല്ലാം രീതികളാണ് അതിനകത്തുള്ളത്. അതിൻ്റെ കാൽപാദങ്ങൾ മണ്ണിൽ പതയാത്ത കണക്ക്, അതിൻ്റെ ചുണ്ട് മുള്ളു കുത്താത്ത കണക്ക് നീണ്ട് വളരെ സോഫ്റ്റായിട്ട് മുള്ളു കുത്തത്തില്ല. അതുപോലെ കണ്ണിലൊരു സ്ക്രീനുണ്ട്, പൊടി അടിച്ചാൽ തന്നെ ആ സ്ക്രീൻ അടയ്ക്കും, ആ പൊടി കണ്ണിലോട്ട് പോകത്തില്ല. വെള്ളം കുറേ നേരം റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവ്, ഇതെല്ലാം ഒരു സയൻറ്റിസ്റ്റ് കാണുമ്പോൾ അതിനകത്ത് മനസ്സിലാവും. നമ്മൾ കാണുന്ന വ്യത്യാസമായിരിക്കും. ഇപ്പോൾ രണ്ടുപേരും കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഒട്ടത്ത് കണ്ടോ എനിക്ക് എന്താ മനസ്സിലാവും, നമുക്ക് അതിനകത്ത് ബയോളജി അറിയാത്ത ആൾക്ക് അത്ര അറിയത്തില്ല. അത് സയൻസായിട്ട് നോക്കുമ്പോഴത്തേക്ക് അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നോക്കുന്നില്ല എന്നാൽ ഒട്ടകത്തെ നോക്കുന്ന പോലെ തന്നെയാണ് ആകാശത്തെ നോക്കുന്നത്. അപ്പോൾ ലേഖത്തിൻ്റെ കൺവെൻഷൻ എന്ന് വെച്ചാൽ ഒട്ടകത്തെ കണ്ടു നിങ്ങൾ, അതുപോലെ നിങ്ങൾ എന്താണ് കാണുന്നത് ആകാശത്തേക്ക്, അത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കാണുന്നത്. നമുക്ക് മാത്രമല്ല, മനുഷ്യന് മൊത്തത്തിലല്ലേ പറഞ്ഞത്. മനുഷ്യരെ നിങ്ങൾ കാണുന്നില്ലേ, അത് സൃഷ്ടി വൈഭവം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രം സൃഷ്ടി വൈഭവം മനസ്സിലാക്കിയാൽ മതിയാ. എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ ഇത് ഉണ്ടാക്കിയേക്കുന്നത്, മൊത്തത്തിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെയാണ് വിളിച്ച് സംസാരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ഖുർആൻ മൊത്തത്തിൽ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ദൃഷ്ടാന്തങ്ങൾ. അപ്പം ഇത് നോക്കുന്ന യൂണിവേഴ്സ് മാത്രമല്ല, നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കണ്ണുകൊണ്ട്, നിങ്ങൾ നഗ്നനേത്രം കൊണ്ട് നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, നഗ്നനേത്രങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം സാറ്റലൈറ്റ് വെച്ച് നോക്കുക, ടെലസ്കോപ്പ് വെച്ച് നോക്കുക, ജെയിംസ് വെബ് ക്യാമറ വെച്ച് നോക്കുക, എങ്ങനെ വെച്ച് നോക്കിക്കോ. അപ്പോൾ അതെല്ലാം ആ നോക്കുന്നതിനകത്ത് ഉൾപ്പെടും. അതുപോലെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള അർത്ഥമുണ്ട്. ചിന്തിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ള അർത്ഥം അതിനകത്ത് വരും. എങ്ങനെ എടുത്താലും അത് ആയത്തിൽ ഒരു കുഴപ്പമില്ല, ഏകത്തിലേക്കാണ് അത് കൺഫ്യൂഷനായത്. അപ്പം അതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. ഇനി ഒരു മേൽക്കൂര എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് മേൽക്കൂര ഇല്ലല്ലോ എന്നാണ് ലേഖത്തിൽ പറയുന്നത്. അപ്പം മേൽക്കൂര ഉണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? മേൽക്കൂര നമ്മൾ കണ്ടാൽ വെറും ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുകയാണ്. മേൽക്കൂര എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തുണി പോലെ എന്തെങ്കിലും ഒരെണ്ണം വരണ്ടേ. ഓപ്പണായിട്ട് കിടക്കുന്നതിന് മേൽക്കൂര എന്ന് എങ്ങനെ ഖുർആൻ പറയും? മേൽക്കൂര ഉണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ 2:22, അതുപോലെ 40:64. ഇത് പറയും ഓക്കെ, ഈ നീല നിറം കണ്ടിട്ടാണ് മേൽക്കൂര എന്ന് പറഞ്ഞെന്നുള്ളത്.
അതിന് ഒരു ആൻസറായിട്ട് ഖുർആൻ പറയുന്നുണ്ട് 21:32 സംരക്ഷിതമായ മേൽക്കൂര എന്ന് പറയുന്നുണ്ട്. ഇവിടാണ് ഇത് ഇല്ലാക്കത്തേക്കെല്ലാം എങ്ങനെ എന്താ പോയിന്റിൽ ഖുർആൻ ആൻസർ കൊടുക്കുന്നത്. എങ്ങനെ നമുക്ക് അത്ഭുതം തോന്നുന്നത് ഇവർക്ക് ഈ വിമർശകർക്ക് പറയാൻ വേണ്ടിയിട്ട് ഈ ആയത്ത് ഉണ്ടാക്കിയതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഈ ആയത്തിൽ മാത്രം എക്സ്ട്രാ ആയിട്ട് ബാക്കി രണ്ടിലും മേൽക്കൂര എന്ന് പറയും. ഞാൻ പറഞ്ഞ മൂന്നാമത്തെ ആയത്തിൽ 21:32 സംരക്ഷിതമായ മേൽക്കൂര എന്ന് വരും. അതേത് മേൽക്കൂര അത്? അതിന് ലിയാഖത്തിൽ ഇത് പറയും, എന്ത് സംരക്ഷണം ഉള്ളത് അവിടെ? അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം, ഓസോൺ പാളികൾ മുകളിലോട്ടുണ്ട്, അത് അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തുന്നുണ്ട്, അത് നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്, പല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ അവിടെ നിന്ന് വരുന്ന മാത്രമല്ല, ഇവിടെ നിന്നുള്ള ഗ്രീൻ ഹൗസ് എഫക്റ്റ് വരാതിരിക്കാനായിട്ട് ഇവിടുത്തെ നമ്മളെ ഹീറ്റ് തടഞ്ഞു നിർത്താൻ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇതിനകത്ത് ട്രാപ്പ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് നമ്മൾ ടെമ്പറേച്ചർ അങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. രാത്രി പെട്ടെന്ന് സൂര്യൻ ഒരു 12 മണിക്കൂർ ഇല്ലെങ്കിലും ഈ നമുക്ക് പറ്റുന്ന ടെമ്പറേച്ചറിൽ ഇത് നിൽക്കാൻ കാരണം ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ട്രാപ്പ് ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ്. അത് അങ്ങോട്ട് മുകളിലോട്ട് പോകത്തില്ല. അങ്ങനെയും ഇത് മേൽക്കൂരയായിട്ട് എടുക്കാം. ഇതൊക്കെ കണ്ണിന് കാണുന്നതാണ്, കണ്ണിന് കാണാത്തതാണിത്. അപ്പം അതിൽ കൃത്യമായ ആൻസറുണ്ട്. വെറും ആ നീല നിറം നോക്കിയല്ല പറഞ്ഞത്, നോക്കിയിട്ട് മേൽക്കൂര എന്നല്ല പറഞ്ഞത്, ആ ഓസോൺ പാളിയെ തന്നെ സംരക്ഷിതമായ മേൽക്കൂര എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് 21:32. അതുപോലെ 7 ഹെവൻ എന്നുള്ളത് 56, 67, 3 നേരത്തെ പറഞ്ഞിട്ടത്. തിരിച്ചു തരുന്ന ആകാശം ഖുർആൻ 86:11. എന്താണ് തിരിച്ചു തരുന്നത്? ഈ മഴവെള്ളം വാട്ടർ സൈക്കിൾ താഴെ നിന്ന് പോയിട്ട് മുകളിൽ തിരിച്ചു വരുന്നത്, അത് തിരിച്ചു തരുന്നതാണ്. ഇത് ആര് വന്നുണ്ടോ? 7-ാം നൂറ്റാണ്ട് ഗോത്രകാലം നിങ്ങൾ പറയുന്നതിനകത്ത് അറബിക്കകത്ത് ഇതൊക്കെ ഉണ്ടോ? വെള്ളം മുകളിലോട്ട് പോയിട്ട് വാട്ടർ സൈക്കിളായിട്ട്, അത് സെപ്പറേറ്റാണ്. അത് വാട്ടർ സൈക്കിളിനെ കുറിച്ചും മഴയെക്കുറിച്ചും പറഞ്ഞാൽ അത് സെപ്പറേറ്റ് ഖുർആൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു 1 മണിക്കൂർ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല, ആകാശം എന്നുള്ളത് മാത്രം പറയാം. അപ്പോൾ അത് തിരിച്ചു തരുന്നുണ്ട്. ഇന്ന് നമ്മൾ വരുന്ന ഒരുപാട് സാറ്റലൈറ്റുകൾ തിരിച്ച് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെല്ലാം ഇവിടെ നിന്ന് സിഗ്നൽ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. അതും തിരിച്ചു തരുന്ന ആകാശമാണ്. അപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞു? എന്ത് കണ്ടിട്ടാണ് മുഹമ്മദ് നബി വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് കണ്ടിട്ട് തിരിച്ചു തരുന്നത്? എന്താണ് ആകാശം തിരിച്ചു തരുന്നത്? ഒന്നും തിരിച്ചു തരുന്നില്ല. ഇവിടെ അങ്ങോട്ട് എന്തോ പോയിട്ട് എന്തോ വരുന്നു, ഒന്നുമില്ല. അപ്പം അതും സയൻറ്റിഫിക്കാണത്. ഇപ്പോൾ ഇതെല്ലാം വെറുതെ ഈ വെളി വന്ന് കണ്ടിട്ട് പറഞ്ഞെന്ന് യാക്കത്തിൽ പറഞ്ഞ എല്ലാ മറുപടിയാണ്. ഇതൊന്നും അല്ല എന്നുള്ളതിനുള്ള തെളിവുകളാണ് എത്രയും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരിച്ചു തരുന്ന ആകാശം എന്ന് നമുക്ക് 86:11 കാണാം. അതുപോലെ മറ്റൊരു ആയത്തിൽ ആകാശങ്ങളിൽ പല വിധത്തിലുള്ള പാതകൾ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്, വഴികൾ. 51:7. അത് എന്ത് കണ്ടിട്ടാണ് പ്രവാചകൻ പറഞ്ഞത്? വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് കഴിഞ്ഞാൽ പാതകളെല്ലാം കാണുന്നുണ്ടോ? ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പാതകളുണ്ട്. എയർ റൂട്ട്സ് പോകുന്നുണ്ട്. അതിന് പ്രത്യേക റൂട്ടിലാണ്, ചുമ്മാ പറക്കല്ല, അത് അവർക്ക് പ്രത്യേക ഡയറക്ഷൻ ഉണ്ട്, റൂട്ടുകളുണ്ട്. ചില റൂട്ടുകളൊക്കെ ടർബുലൻസ് ഉണ്ടാവും, ഇങ്ങനെ ആടും, അത് ഒഴിവാക്കും അവർ. അങ്ങനെയുള്ള പല രീതിയിലും അല്ലാതെ ഡയറക്ഷൻസിലുണ്ട്, തിരിഞ്ഞു പോകുന്നതിലുണ്ട്. സെപ്പറേറ്റ് എയർ റോഡ്സ് തന്നെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷികൾ പറക്കുന്നതിനകത്ത് സെപ്പറേറ്റ് റൂട്ടിലാണ് പറക്കുന്നത്. അന്റാർട്ടിക്കയിൽ നിന്നും ആർട്ടിക് വരെ, ആർട്ടിക് ടൗൺ പക്ഷികളൊക്കെ പോകുന്നത് അതിൻ്റെ റൂട്ടുണ്ട്. അതും ഈ സെലസ്റ്റിയൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെയും പല കാരണങ്ങളും വെച്ചിട്ടാണ് അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്നത്. അതുപോലെ സെലസ്റ്റിയൽ ഓബ്ജക്ട്സ് അതിന് ചില പ്രത്യേക ഓർബിറ്റ്സിൽ മാത്രമേ പോകത്തുള്ളൂ. അത് പാത വിട്ട് മാറത്തില്ല. അതിന് സെപ്പറേറ്റ് ആയിട്ട് ഖുർആൻ പറയുന്നുണ്ട്. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ ആണ് അത് നീങ്ങുന്നുള്ളത്. ഇത് എന്ത് കണ്ടിട്ടാണ് പ്രവാചകൻ പറഞ്ഞത്? ഭ്രമണപഥം കണ്ടിട്ടാണ് പറഞ്ഞത്. അതാത് അതിൻ്റെ രീതിയിൽ. അതുപോലെ കോയിലിംഗ് ഓഫ് സൂര്യൻ രാപ്പകലുകൾ മാറി മാറി വരുന്നതിനെ വെച്ച് പറയുമ്പോഴത്തേക്ക് കോയിലിംഗ് എന്ന് പറയാം മൂവ്മെൻറ്റ്. കോയിലിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതായത് സ്പ്രിങ് അതൊരു കോയിലാണ്. അതായത് സ്പ്രിങ് ഇങ്ങനെ റൗണ്ട് അടിക്കുകയും ചെയ്യും, പക്ഷേ ഓരോ റൗണ്ടും മാറി 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 ഫ്രണ്ടിലോട്ട് പോവുകയും ചെയ്യും. അതേപോലെയാണ് സൂര്യൻ്റെ ചന്ദ്രൻ്റെ മൂവ്മെൻറ്റ്. സൂര്യൻ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ തന്നെ അതിനെ ചുറ്റി, ഇത് വെറും സർക്കിൾ മാത്രമല്ല, ഒരു നേർരേഖയിൽ സൂര്യൻ പോയിക്കൊണ്ടിരിക്കുക, അത് ചുറ്റിക്കൊണ്ടിരിക്കുക. അതൊന്ന് ചിന്തിച്ച് നോക്കുക. കോയിൽ ചെയ്ത് കണക്ക് നമ്മൾ കൈ വെച്ച് ഇങ്ങനെ സർക്കിൾ വരച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ എങ്ങനെയാണോ അങ്ങനെയാണ് സൂര്യനും ചന്ദ്രനും ചുറ്റുന്നത്. അല്ല, ഭൂമിയും ചന്ദ്രനൊക്കെ സൂര്യനെ ചുറ്റുന്നത്. അത് കോയിൽ മൂവ്മെൻ്റ് ആണത്. കോയിലിംഗ് എന്ന വാക്ക് എങ്ങനെ യൂസ് ചെയ്ത് ഖുർആൻ? എന്ത് പെർഫെക്റ്റ് ആണ്. നമ്മളെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അത് വെറുതെ ഇങ്ങനെ ചുറ്റുന്നേ നമ്മൾ അറിയത്തുള്ളൂ. ഭൂമി സൂര്യനെ ചുറ്റുന്നു, ചന്ദ്രൻ ഭൂമി ചുറ്റുന്നു, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചുറ്റുന്നു, ഒരു സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ ശരിക്കും അങ്ങനെയല്ല. ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പോകുമ്പോൾ തന്നെ ഇത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കോയിലിംഗ് വരിക. ഒരു സ്ഥലത്ത് ചുറ്റിക്കഴിഞ്ഞാൽ സർക്കിളേ ആവത്തുള്ളൂ. ഇങ്ങനെ മാറി 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 കോയിൽ. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ സഡൻ മൂവ്മെൻറ്റ് നോക്കിയാൽ കോയിലായിട്ട് തന്നെ അത് പോകുന്നതാണ്. അത് അപ്പോൾ എന്ത് പെർഫെക്റ്റായിട്ട് ഖുർആൻ യൂസ് ചെയ്തു. അതുപോലെ തന്നെ 6:125 ആകാശത്തേക്ക് കയറി ചെല്ലുന്ന ഒരാളിൻ്റെ ഹൃദയം എങ്ങനെ കടുക്കും എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റിഫൻ ആകും എന്നുള്ളത്. ആകാശത്തിലേക്ക് ഇപ്പോൾ ബഹിരാകാശ യാത്ര കഴിഞ്ഞ് വരുന്ന ആൾക്കാരുടെ ഹാർട്ട് സ്റ്റിഫനായി പോകും. പണ്ടത്തെ പോലെ ഫ്ലെക്സിബിൾ ആവാതെ സ്റ്റിഫനായി പോകും. നിങ്ങൾ നാസയുടെ റിപ്പോർട്ട് എടുത്ത് നോക്കാം, വെറുതെ ചുമ്മാ ടൈപ്പ് ചെയ്ത് നോക്കുക. നാസ ഹാർട്ട് സ്റ്റിഫനിങ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോയിട്ട് വന്ന് ടെസ്റ്റ് ചെയ്യും. ഓരോരുത്തർ പോയിട്ട് വരുമ്പോഴത്തേക്ക് അവർ ഹാർട്ടിന് വല്ല വ്യത്യാസമുണ്ട്, സ്റ്റിഫൻ ആവുന്നുണ്ട്. ഇതെങ്ങനെ ഖുർആൻ പറഞ്ഞത്? സ്റ്റിഫൻ ആവും, ആകാശത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആളുടെ ഹാർട്ട് സ്റ്റിഫൻ ആവുന്ന പോലെ അവിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഹൃദയം ഇടുങ്ങിപ്പോകുന്നു. ഒരു ഉപമ പറഞ്ഞതാണ്, പക്ഷേ എടുത്തിരിക്കുന്നത് സയൻസിനെയാണത്.
അപ്പോൾ ഇതിൽ ഒരു തെറ്റില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെ വാരിക്കോരി വിതറിയിരിക്കുകയാണ് ഓരോ സയൻറ്റിഫിക് നോളജുകളും. ഇങ്ങനെ ഒരു കൊട്ടയ്ക്ക് എടുത്ത് എറിഞ്ഞാൽ അങ്ങനെ അത്രയ്ക്കുണ്ട്. ഇത് നമ്മളൊന്ന് ഇച്ചിരി പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞാൽ ലിങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ പറയുന്നുണ്ട് ആകാശത്തിലെ പാത എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ലിയാഖത്തിൽ പറഞ്ഞായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ലിയാഖത്തിലേക്ക് 1 മണിക്കൂറിനകത്ത് പ്രൂവ് ചെയ്യാൻ പറ്റിയതെന്ന് മാത്രമല്ല, ആ പറഞ്ഞ വാദങ്ങൾക്കെല്ലാം നമ്മൾ വിത്ത് എക്സ്ട്രാ ഇത് ആയത്തുകളും പറഞ്ഞ് നമ്മൾ ഇത് ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഓടിച്ചൊന്ന് പറയാം ലിയാഖത്തിൽ പറഞ്ഞ പോയിന്റുകൾ. ഗാലക്സി ഉണ്ടെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ക്ലിയറായിട്ട് നക്ഷത്രമണ്ഡലത്തിലാണ്. ആകാശത്ത് നക്ഷത്രമണ്ഡലമുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങൾ താഴത്തെ ആകാശം കൊണ്ട് ഞാൻ അലങ്കരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഗാലക്സിയിലാണ് അതെല്ലാം ഉൾപ്പെടുന്നത്. ആ താഴത്തെ ആകാശം തന്നെ നമ്മൾ ഫുള്ളായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അപ്പം ഗാലക്സി അതിന് അപ്പുറമുള്ള കാര്യം ഖുർആൻ പറഞ്ഞു. കാണുന്ന ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതും കൊള്ളാം, സയൻറ്റിസ്റ്റ് കാണുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്. ജെയിംസ് വെബ് വെച്ച് കണ്ടാലും കാണുന്നത് തന്നെയാണത്. അപ്പം അതിനകത്തൊന്നുമില്ല. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശഭൂമികളെന്ന് ഖുർആൻ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പ്രപഞ്ചമാണത്. അങ്ങനെയാണ് പറയുന്നത്. ആകാശത്തിലുള്ള നിങ്ങൾ ഭൂമിയിലുള്ളവരുടെ കാര്യം കാണിച്ചാൽ ആകാശത്തുള്ള അള്ളാഹ് എന്ന് കാര്യം ചെയ്യുന്നത്. ആകാശം എന്ന് പറഞ്ഞാൽ അത് മേഘത്തിലാണ് അള്ളാഹ് ഇരിക്കുന്നത്. ഈ 7 ആകാശം കഴിഞ്ഞ് അതിനെല്ലാം അടക്കുന്ന രീതിയിലാണ് അള്ളാഹുവിൻ്റെ അർശമുള്ളത്. അപ്പം അതിനെ ആകാശം തന്നെയാണ് ഖുർആൻ പറഞ്ഞേക്കുന്നത്. പ്രപഞ്ചം മൊത്തം വരും. അത് പ്രപഞ്ചത്തിൽ ആകാശഭൂമിയിലുള്ളതെല്ലാം അള്ളാഹ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഏതാ? ഈ മഴമേഘമുള്ള ആകാശം എന്നാണ് അർത്ഥം. അതായത് അള്ളാഹ് ഒഴിച്ച് ബാക്കിയെല്ലാം പ്രപഞ്ചമാണ്. റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ആലം, അതാണ് ആകാശഭൂമിയിൽ നിന്ന് ഖുർആൻ ക്ലീനായിട്ട് പറഞ്ഞത്. അപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ആകാശത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, മഴ ഇറക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു, മേലാപ്പ് ഇല്ലാന്ന് ലേഖത്തിൽ പറഞ്ഞു. മേലാപ്പ് ഉണ്ട്, ഏകത്തിലേക്ക് അറിയത്തില്ല, പക്ഷേ മേലാപ്പ് ഉണ്ട്, ഓസോൺ പാളി. അതുകൊണ്ട് അതും സംരക്ഷിതമായ മേലാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുന്ന നീലയല്ല, ഒരു മേലാപ്പ് ഉണ്ട്, അത് സംരക്ഷിക്കപ്പെടുന്നത്. ലിയാഖത്തിലേക്ക് പോലും അറിയത്തില്ല, അത് ഖുർആൻ ക്ലിയറായിട്ട് പറഞ്ഞു. ഇതിൽ നിന്നെല്ലാം എത്രത്തോളം ഇത് ഖുർആൻ ദൈവികമാണെന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇതെല്ലാം. തൂണില്ലാതെ പൊക്കി നിർത്തി എന്ന് പറഞ്ഞു. തൂണില്ലാതെ തന്നെയാണ്, കണ്ണിന് കാണാത്ത തൂണെന്ന് പറഞ്ഞുകൊണ്ട് കറക്റ്റായിട്ട് ആ ഗ്രാവിറ്റേഷനുള്ള ഡെഫിനിഷൻ കൊടുത്തു. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി വേറൊരു ഭാഗം, കാരണം ഇതിനകത്ത് ആകാശം കഴിഞ്ഞു, ഇനി പിശാജ്, അത് നമ്മുടെ ടൈറ്റിലുള്ള ഒരു ഭാഗമാണ് പിശാജ്. സ്ഥിരമായിട്ട് ഇവർ പറയുന്ന ഒരു കാര്യമാണ് പിശാജിനെ നക്ഷത്രങ്ങളെടുത്ത് നക്ഷത്രങ്ങളെടുത്ത് എറിഞ്ഞ് ഓടിച്ചു എന്നുള്ളത്. ഏകത്തിലെയും ബാക്കിയെല്ലാം ഏകത്തിൽ പറയാം. നക്ഷത്രങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുന്നു. നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പിന്നെ പിശാചിനെ പെറുക്കി എറിയുന്നതാണ് എന്ന് പറയുന്നു ഒരു ഭാഗത്ത്. ഓക്കെ, നക്ഷത്രങ്ങൾ, ഇത് ഖുർആനും കൂടി ആയിട്ട് പറയണേ. നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് 1-ാം ആകാശത്താണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് വേറൊരു ഭാഗത്ത്, ഇല്ലേ? അപ്പൊ അള്ളാഹു 1-ാം ആകാശത്താണോ 7-ാം ആകാശത്തിന്റെ മുകളിലാണോ എവിടെയാണെന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇതൊന്നും വെച്ചിട്ട് നമ്മളിത് വ്യാഖ്യാനിക്കാൻ പോണില്ലല്ലോ. അതേ സമയത്ത് നക്ഷത്രങ്ങളെ പെറുക്കി എറിയാനാണ്, നക്ഷത്രങ്ങൾ പിശാചിനെ പെറുക്കി എറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് അള്ളാഹ് പറയുന്നത് ഖുർആനിലുണ്ട് നമ്മൾ പറയും. നോക്കാം, എവിടെയെങ്കിലും പിശാചിനെ നക്ഷത്രങ്ങളെടുത്ത് എറിഞ്ഞ് ഓടിച്ചു എന്ന് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഞാൻ 2-3 ആയത്ത് നോക്കാം. ഈ പറഞ്ഞതെല്ലാം ഇതിനകത്ത് എവിടെയെങ്കിലും നക്ഷത്രങ്ങൾ എറിഞ്ഞ് ഓടിച്ചു എന്നുള്ളത് പറഞ്ഞെന്നുള്ളത് ആരെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ പറയുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് കാണിച്ചു തരാം. ഞാൻ ഓരോ ആയത്തായിട്ട് വായിച്ച് തന്നെ കേൾപ്പിക്കാം ഫുള്ളായിട്ട്. സാമ്പിളിന് ഒരു ആയത്ത് വായിക്കാം, അതിനകത്ത് നിങ്ങളുണ്ടോ നോക്കുക. ബാക്കി നമ്പറുകൾ പറയാം, നിങ്ങൾ തന്നെ വായിച്ച് നോക്കുക. ആദ്യത്തത് 15-ന്റെ 16 തൊട്ട് വായിക്കാം. 15-ന്റെ 16. ആകാശത്ത് നാം നക്ഷത്രമണ്ഡലങ്ങൾ നിശ്ചയിക്കുകയും നോക്കുന്നവർക്ക് അവയെ നാം അലങ്കൃതമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് 15-ന്റെ 16. അടുത്ത 17. അകറ്റപ്പെട്ട എല്ലാ പിശാചുകളിൽ നിന്നും അതിനെ നാം കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് നക്ഷത്രം ഇറങ്ങുന്നുണ്ടോ? ഇല്ല, അതിനെ സംരക്ഷിച്ചിരിക്കുന്നതേ ഉള്ളൂ. അടുത്തത് ഈ 18. എന്നാൽ കട്ട് കേൾക്കാൻ ശ്രമിച്ചവനാകട്ടെ പ്രത്യക്ഷമായ ഒരു തീജ്വാല അവനെ പിന്തുടരുന്നതാണ്. വളരെ വ്യക്തമായിട്ട് ഒരു തീജ്വാല അതിനെ പിന്തുടരുന്നേ ഉള്ളൂ. നക്ഷത്രങ്ങൾ വാരി എറിഞ്ഞത് അവിടെ ഉണ്ട്. ഇവരായിട്ട് കുത്തിക്കയറ്റുന്നതാണത്. അസ്യൂം ചെയ്ത് പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, അസ്യൂം ചെയ്ത് ഇവരായിട്ട് അടിച്ചു വിടുകയാണ്. അത് എല്ലാം ഒന്നടങ്ങി പറഞ്ഞ് ഒരു പാട്ടാക്കിയത് നക്ഷത്രങ്ങളെ വലിച്ചെറിയുന്നു എന്നുള്ളത്. ഒരു തീജ്വാല പിന്തുടരുന്നതല്ല. താഴത്തെ ആകാശത്തെ നമ്മൾ നക്ഷത്രങ്ങൾ അലങ്കരിച്ചു എന്നുണ്ട്, പിശാചിനെ തീജ്വാല പിന്തുടരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇവർ രണ്ടും ലിങ്ക് ചെയ്തിട്ട് നക്ഷത്രങ്ങളെടുത്ത് എറിഞ്ഞു എന്ന് പറയും. അത്രേ ഉള്ളൂ. വേണമെങ്കിൽ വേറെ ഒന്നും കൂടെ വായിച്ചു നോക്കാം. 26-ന്റെ 212 അതും കൂടെ വായിക്കാം. അതിനകത്തുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് ബാക്കി 2 റെഫറൻസ് കൂടെ ഉണ്ട്, അത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഈ 26-ന്റെ 212 212 പറയുന്നത് തീർച്ചയായും അവർ ദിവ്യ സന്ദേശം കേൾക്കുന്നതിൽ നിന്നും അകറ്റപ്പെട്ടവരാകുന്നു. ആകയാൽ അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ദൈവത്തെ നീ വിളിച്ച് പ്രാർത്ഥിക്കരുത്, എങ്കിൽ നീ ശിക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടത്തിലായിരിക്കും. അതിനകത്തൊന്നുമില്ല. ഇനി 72-ന്റെ 8 72-ന്റെ 9 അതും കൂടെ വായിച്ചേക്കാം. 72-ന്റെ 8 72-ന്റെ 9. ഞങ്ങൾ ആകാശത്തെ സ്പർശിച്ചു നോക്കി, അപ്പോൾ അത് ശക്തിമത്തായ പാറാവുകാരാലും തീജ്വാലകളാലും
നിറയ്ക്കപ്പെട്ടതായി ഞങ്ങൾ കണ്ടെത്തി എന്നും അവർ പറഞ്ഞു. ആകാശത്തിലെ ചില ഇരിപ്പിടങ്ങളിൽ ഞങ്ങൾ കേൾക്കാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ കാത്തിരിക്കുന്ന അഗ്നിജ്വാലയെ അവൻ കണ്ടെത്താനാവും എന്നും അവർ പറഞ്ഞു. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതിനകത്തും നക്ഷത്രങ്ങൾ വാരി അറിയുന്നൊന്നുമില്ല. നമ്മൾ നോക്കിയിട്ട് ഇത്രയേ റെഫറൻസ് കിട്ടുന്നുള്ളൂ. 15, 17, 18, 26, 212, 72, 8, 9 ഇവിടെ എവിടെയും നക്ഷത്രങ്ങൾ ഏറുന്നതായിട്ട് ഇല്ല. ഇനി അതിൽ കാണുകയാണെങ്കിൽ നമുക്ക് അയച്ചു തരിക. എവിടെയും ഉള്ളതായിട്ട് നമുക്കറിയത്തില്ല. അത് നക്ഷത്രങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്, തീജ്വാല വരെ വരട്ടുന്നുണ്ട്. ഇത് സബ്ജക്റ്റ് വേറെയാണ്. ഇതെന്താണെന്നുള്ളത് വിശാചികളെ ചെയ്യുന്നത്, അത് സെപ്പറേറ്റായിട്ട് പറയേണ്ട ടോപ്പിക്കാണ്. അത് പിന്നെ പറയാം. എന്താണത് കേട്ട് കേൾക്കുന്നത്, അതിന് പ്രവാചകന് മുമ്പ് എന്തായിരുന്നു, പ്രവാചകന് ശേഷം അത് എങ്ങനെയായി എന്നുള്ളതെല്ലാം സെപ്പറേറ്റായിട്ട് പറയേണ്ടതാണ്. അത് ഇപ്പം ഈ സബ്ജക്റ്റിനകത്ത് കൊണ്ടുവരുന്നില്ല. അപ്പം ഇതാണ് നക്ഷത്രങ്ങളെക്കുറിച്ച്. ആ ഒരു വിമർശനവും ഇല്ലാതായി. നക്ഷത്രങ്ങൾ വലിച്ചെറിയുന്നു എന്ന് പറഞ്ഞ് നടന്നിട്ടില്ല. അത് ഇല്ല, ഖുറാനില്ല, ഇല്ലാത്തതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈറ്റിൽ, ആകാശവും നക്ഷത്രങ്ങളും പിന്നെ ലിയാഖത്തലിയും. ആകാശത്തെക്കുറിച്ച് പറഞ്ഞതും ഒന്നും പറഞ്ഞിട്ടില്ല, വിമർശനമായിട്ട് ഒന്നും നിൽക്കത്തില്ല. പക്ഷേ നമുക്ക് ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഇതെങ്ങനെ പ്രവാചകൻ പറഞ്ഞു എന്നുള്ളത്. അതുപോലെ നക്ഷത്രങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞ ആരോപണവും ഇതിനകത്തില്ല, ഈ ആയത്തുകളിലില്ല. അത് അവരായിട്ട് ഊഹിച്ച് പറയുന്നതാണ്. അപ്പം മൊത്തത്തിൽ ഈ അടിമത്തം പോലെ തന്നെ ഇസ്ലാമിലെ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞ ആരോപണങ്ങളെ പോലെ തന്നെ ഒന്നുപോലെ ഇവിടെ നിൽക്കുന്നില്ല. സയൻസിലും അവർ ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് ചാടി നോക്കി ലിയാഖത്തലി, അവിടെ ഒന്നും നടന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.